നിങ്ങൾ കോൺഗ്രസിനോട് ഇത്ര ക്രൂരത കാണിക്കരുത്. അത് AKG സെന്ററിൽ നിന്ന് ഞാൻ പറയാണ്, പണം പറ്റുന്ന ചില ചാനലുകൾ കൂടി ആ കൂടെ ഉണ്ട്. അതിന്റെ കൂടെ മുഖ്യധാര ചാനലുകൾ കൂടരുത്. AKG സെന്ററിന്റെ ചെലവിൽ കാര്യങ്ങൾ നടത്തുന്ന ചാനലുകൾ കോൺഗ്രസിനെതിരായി UDFിനെതിരായി നടത്തുന്നത് വ്യക്തിപരമായി എനിക്കെതിരെയുണ്ട്. അതെനിക്ക് പ്രശ്നമല്ല. എനിക്കതിനൊരു വിഷയമല്ല. എനിക്കെതിരെ എന്ത് പറഞ്ഞാലും എനിക്കതിനെ നേരിടാനുള്ള ചങ്കൂറ്റവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ട്. പക്ഷെ കോൺഗ്രസിനെയും UDFിനെയും ഇല്ലാത്ത വാർത്തകൾ കൊണ്ട് അധിക്ഷേപിച്ച് ഞങ്ങളെ തോൽപ്പിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഈ വാർത്ത കൊണ്ടൊന്നും ഞങ്ങൾ തോക്കൂല. നുണ ബോംബുകൾ കൊണ്ട് UDFിനെ തോൽപ്പിക്കാനാവില്ല എന്നടിവരയിട്ട് പറയുകയാണ് VD സതീശൻ. കോൺഗ്രസിനെതിരെ ഇവിടെ ആസൂത്രിതമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടോ? സീറ്റ് വിഭജനം ഒരു അപസ്വരവും ഇല്ലാതെ നടത്തിയെന്ന് അവകാശപ്പെടുകയാണ് കോൺഗ്രസ്. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ യഥാർത്ഥമാണോ അതോ നിർമ്മിതമായ ഒരു രാഷ്ട്രീയ കെട്ടുകഥയാണോ? മാധ്യമങ്ങൾ കെ സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കും എന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയൊരു തീരുമാനം കോൺഗ്രസ് എടുത്തിട്ടേ ഇല്ല എന്ന് VD സതീശൻ പറയുന്നു. മാധ്യമങ്ങൾ രാഷ്ട്രീയ കഥകൾ മെനയുകയാണോ? തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന സജീവ ഘടകങ്ങളായി മാറുകയാണോ വ്യാജ വാർത്തകൾ? കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചൂടുപിടിക്കുമ്പോൾ സത്യമെന്ത് വ്യാജമെന്ത്? ന്യൂസ് 18 പൊതുവേദി ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ ശ്രീനിവാസൻ, ഇവിടെ കോൺഗ്രസിനെതിരെ കരുതിക്കൂട്ടി മനഃപൂർവ്വം കഥകൾ മെനഞ്ഞ് വ്യാജ വാർത്തകൾ ഉണ്ടാക്കി അതിനകത്ത് തമ്മിത്തല്ലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം വളരെ ആസൂത്രിതമായി നടക്കുന്നുണ്ട് എന്ന ആരോപണത്തെ ശ്രീനിവാസൻ എങ്ങനെ നോക്കിക്കാണുന്നു? ഒന്നാമത് നിങ്ങളെ പോലുള്ള പത്രക്കാരാണ് ഇതൊക്കെ പ്രശ്നമുണ്ടാക്കുന്നത്. ഒരു പത്ര റിപ്പോർട്ടിലല്ല മറ്റേ റിപ്പോർട്ടിൽ പറയുന്നത്. എല്ലാ ചാനലുകളിലും റിപ്പോർട്ടിലൊക്കെ പറയുന്നത് പച്ചയായിട്ട് പറയുന്നത് റിപ്പോർട്ട് ചാനലിലൊക്കെ പക്കയായിട്ട്. ഒരു ചാനലിന്റെ പത്രം കൂടി അല്ല, കൈരളി ചാനൽ വരെ ഇങ്ങനെ മോശമായിട്ട് പ്രതികരിക്കുന്നില്ല. അതിപ്പോ അവർക്കിപ്പോ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കല്ലേ, റൈറ്റിംഗ് ഒക്കെ അവരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോ. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഈ കോൺഗ്രസിനകത്ത് കലാപമൊന്നും ഉണ്ടായിരുന്നില്ല, ഇത് കൂടുതലും വ്യാജ വാർത്തകളാണെന്നാണ്? അതോ കുറച്ച് കലാപവും കുറച്ച് എരിവും പുളിയും ചേർത്ത് വാർത്തകൾ വന്നെന്ന്? ഞാനൊരു സ്വയം വിമർശനാത്മകമായുള്ള ഒരു ചോദ്യമാണ് ഇത്. മാധ്യമങ്ങൾ ഇത് കേൾക്കട്ടെ എന്ന് കരുതി ഞാനും കൂടി ചോദിക്കുകയാണ്. പ്രതിപക്ഷം ആഞ്ഞടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് എന്താണ് പ്രേക്ഷകർക്ക് അറിയാനുള്ളതെന്നാണ് എന്റെ. അതെ, പ്രതിപക്ഷം പറഞ്ഞത് 100% ശരിയാണ്. കോൺഗ്രസിന്റെ ഇലക്ഷന്റെ സമയത്ത് ഇതൊക്കെ സാധാരണ പതിവാണത്. ഇങ്ങനെ ഇലക്ഷനിൽ സീറ്റ് കൊടുക്കും മറ്റേ. ഞാൻ പറ്റേ ഒരു കാര്യം ഞാൻ പറഞ്ഞ മോൻ സാറേ, CPMന്റെ ഇപ്പോഴും നിങ്ങളൊക്കെ പറഞ്ഞു വീർപ്പിക്കുന്നുണ്ടല്ലോ, അവരുടെയൊക്കെ നല്ല രീതിയിൽ നല്ല എക്സിക്യൂഷൻ എന്നൊക്കെ പറഞ്ഞത് ഇതേവരെ ഒരു സ്ഥാനാർത്ഥി മുഴുവനാക്കാൻ പറ്റിയിട്ടുണ്ടോ? കോൺഗ്രസിന്റെ സീറ്റ് കംപ്ലീറ്റ് വാർത്തകളിൽ നിന്ന് വഴിനേരി പോകുന്നു. ഓക്കെ, ശരി, അങ്ങ് പറഞ്ഞതിൽ വ്യക്തമാണ്. മൈക്കിൾ ഇടുക്കിയിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. മൈക്കിളിന് തോന്നുന്നുണ്ടോ അങ്ങനെ ആസൂത്രിതമായി കെട്ടിച്ചമച്ച വാർത്തകൾ വെച്ച് കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്ന തരത്തിൽ ഉണ്ടോ കാര്യങ്ങൾ? അതോ ഈ എരിവും പുളിയും ഒക്കെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാർത്തയുടെ ചില ഭാഗങ്ങളുടെ ഒരു പ്രതിഫലനമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കണം? എന്താണ് മനസ്സിലാക്കേണ്ടത് മൈക്കിൾ? എനിക്ക് ആദ്യമേ പറയാനുള്ളത്, കണ്ണുള്ളവൻ കാണട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വിട്ടിയാക്കാൻ പത്രക്കാരാണ് ഇതിന്റെ, അല്ലെങ്കിൽ മറ്റേ ഇവര് മീഡിയകളാണ് കാരണക്കാരെന്നൊക്കെ പറയുന്നതിൽ വല്ല കാര്യങ്ങളുണ്ട്. ഒരു 10 പേരെ പോലും നേരെ നിർത്താൻ പറ്റാത്ത ആളുകളാണ് സത്യത്തില്. സഹതാപം തോന്നുകയാണ്, സഹതാപം. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞാണ്, ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം ഇത്ര മോശമായി പോയതില് ദുഃഖിക്കുന്ന ഒരാളാണ് ഞാൻ. വീണ്ടും തേച്ച് ഇങ്ങനെ ഇത് ചെയ്യുക. ഒരു 10 പേരെ ഒരുമിച്ച് നിർത്താൻ ഒന്നാമത്തെ കാര്യം സംഘടനാപരമായിട്ട് അവർക്ക് ഒന്നുമില്ല, സംഘടന ഇല്ല, അതാണ് പ്രശ്നം. കോൺഗ്രസിന്റെ ഭംഗി ജനാധിപത്യമാണ്, ഇത് ആളുകൾക്കൊക്കെ അവസരം കൊടുക്കുന്നു പറയാൻ എന്നൊക്കെ പറയുന്നതിനെ എങ്ങനെ കാണുന്നു? അതിന്റെ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാം, ചുമ്മാ പറയുന്നത്. ഒരു നേരെന്ന് പറയുന്ന സംഭവം ഇല്ല ഇപ്പൊ അതിനകത്ത്. അതാണ് ആരുടെയെങ്കിലും ഒക്കെ തലയിൽ വെച്ച് ചുമ്മാ ഇങ്ങനെ നടന്നാ പോരും. സ്വന്തം ഞാൻ പറയുന്ന മറ്റുള്ളവരുടെ പറയുമ്പോ നമ്മളെ തിരിഞ്ഞു നോക്കണ്ടേ? കോൺഗ്രസ് എന്ന പ്രസ്ഥാനം സതീശന് ഓർക്കണ്ടേ? നമ്മൾ എങ്ങനെയാന്ന് ഓർക്കണ്ടേ? എപ്പോഴും അവര് ചിന്തിക്കുന്ന, അവരെ നോക്കുന്നില്ലല്ലോ.
അവര് മറ്റുള്ളവരെയാണ് നോക്കുന്നത്. അതാണ് പ്രശ്നം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ എന്നോടൊപ്പം പീതാംബരൻ കൂടി പള്ളുരുത്തി നിന്ന് ചേരുന്നുണ്ട്. ശ്രീ പീതാംബരൻ, കേൾക്കാമോ? ഹലോ, എങ്ങനെയുണ്ട് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ചൂട് പിടിച്ചോ ശ്രീ പീതാംബരൻ? പിന്നെ ഇവിടെ ചൂടായി വരുന്നു, ചൂടായി വരുന്നതേ ഉള്ളൂ. എന്നാലും മൊത്തത്തിൽ ഇപ്പോ ചൂട് പിടിക്കാനൊന്നുമില്ല. ഇതിപ്പോ വിനീഷകാരെ വിപരീത ബുദ്ധി കയറി ചീഞ്ഞിട്ട് കോൺഗ്രസിന്റെ അടിവേര് ചീഞ്ഞു തുടങ്ങി. ഇനി അത് മറിഞ്ഞ് വീണാ മതി. ഇപ്പൊ വിപരീത ഇച്ചിരി വ്യാധി പിടിച്ചവരായിട്ടുണ്ട്. കാരണം മാധ്യമങ്ങളെ കുറ്റം കൂറുകയാണ്. മാധ്യമങ്ങളിൽ ലൈവിലല്ലേ നമ്മൾ കാണുന്നത്, ഇവര് പറയുന്നതല്ലേ നമ്മൾ കേൾക്കുന്നത്. അപ്പൊ വി ഡി സതീശൻ പടി സതീശനായി മാറി ഇപ്പൊ. ശരിക്കും പറഞ്ഞാലേ അതെ, ഒന്നിനും കൊള്ളാത്ത ഒരു പ്രതിപക്ഷ നേതാവ് നമുക്കിവിടെ കിട്ടപ്പോ മൊത്തത്തിൽ കേന്ദ്രത്തിൽ നിന്നെല്ലാം പോയി, ഇനി ഒന്നുമില്ല. ശരി, വ്യക്തമാണ്. അപ്പൊ ഇന്ന് കുറച്ച് പ്രേക്ഷകർ അധികം ഉള്ളതുകൊണ്ടാണ്. ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്, ഞാനത് കേട്ടോ. അപ്പൊ ഷിജു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എന്നോടൊപ്പം നമസ്കാരം എന്ന് പറയുന്നുണ്ട്. അമ്പലപ്പുഴയിൽ സുധാകരൻ വിജയിക്കണം, പിണറായിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് സുധാകരന്, എല്ലാ വിജയാശംസകളും നേരുന്നു എന്ന് സദാശിവൻ നായർ എന്നോട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷിജു പറയുന്നു, വൺ സജഷൻ, വൈൽ യു ചേഞ്ച് ദി ബാക്ക്ഗ്രൗണ്ട് നെക്സ്റ്റ് ടൈം റീപ്ലേസ് സൈക്കിൾ വിത്ത് എ ബുള്ളറ്റ് കാർട്ട് എന്നാണ് പറയുന്നത്. ലെറ്റ് പ്രവീണ ചേച്ചി ഡ്രൈവ് ഇറ്റ്, സോ ഇഫ് ബോത്ത് ഓഫ് യു ക്യാൻ അക്കംപനി ഹെർ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് ഈ സൈക്കിൾ മാറ്റി ഷിജു ഇതൊരു കാറോ അല്ലെങ്കിൽ ബെൻസോ അല്ലെങ്കിൽ അങ്ങനെ ഹെലികോപ്റ്ററോ ഒക്കെ ആക്കാൻ പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കുറേ കൂടി പുറകോട്ട് പൊതുവേദി കാളവണ്ടിയിൽ കൊണ്ടുപോകണമെന്നാണ് ഷിജു പറയുന്നത്. അപ്പം ഞാനൊരു കാറ് വാങ്ങിക്കണമെന്ന് ഷിജു ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല പ്രവീണ കാളവണ്ടി ഓടിക്കണമെന്നാണ് പറയുന്നത്. പ്രവീണ ഇത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഭരണം നടത്തുന്നവരും ഭരണം പിടിച്ചെടുക്കാൻ ഓടുന്നവരും മുക്രിയിടുന്നതുകൊണ്ട് പരിസര ബോധമില്ലാതെ പരസ്പരം വെല്ലുവിളിക്കുകയാണ്. തമിഴ്നാട്ടിലെ കാളപ്പോരിനേക്കാൾ താഴ്ന്ന നിലവാരത്തിലാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത്. വിന്ധ്യൻ എന്നോടൊപ്പം വടക്കാഞ്ചേരിയിൽ നിന്ന് ചേരുന്നു. ശ്രീ വിന്ധ്യൻ, വിന്ധ്യൻ കേൾക്കാമോ? എനിക്കൊന്ന് ടി വിയിൽ ശ്രദ്ധിക്കുകയാണ്. വിന്ധ്യൻ, ഞാൻ വിന്ധ്യനിലേക്ക് വരാം. ശരത്ത് ബാലരാമപുരത്ത്. ശരത്ത്, നമസ്കാരം. ശരത്ത്, ഈ വാർത്തകളിൽ ഇങ്ങനെ പല പല വാർത്തകൾ മിന്നി മറിയുന്നുണ്ട്. പല ചാനലുകൾ പല വാർത്തയാണ് കൊടുക്കുന്നത്. ഇതൊക്കെ കോൺഗ്രസിനെ കരുതിക്കൂട്ടി തോൽപ്പിക്കാൻ നടത്തുന്ന ഒരു തീവ്ര ശ്രമമാണ് എന്ന് ശരത്ത് വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ ആദ്യമേ ഞാൻ ഈ പൊതുവിദ്യയുടെ ആദ്യത്തെ മ്യൂസിക് ഉണ്ടല്ലോ, നിങ്ങൾ ഈ കാർട്ടൂൺ, അതിൽ ഞാനൊന്ന് അഭിനന്ദിക്കുകയാണ് ആ മ്യൂസിക്കിന്. ഓഹോ, മ്യൂസിക് ഇഷ്ടപ്പെട്ട? അത് മാത്രമല്ല, ഈ സൈക്കിളിൽ പോകുന്ന ആൾക്കാർ ഇങ്ങനെ നമ്മളെ കൊഞ്ഞനെ കുത്തിയാണ്, നമ്മളെയാണോ കൊഞ്ഞനെ കുത്തുന്നത് അങ്ങനെ? അപ്പൊ ഞാനൊരു കാറിൽ പോകണമെന്ന് നിങ്ങൾക്ക് ആർക്കും ആഗ്രഹമില്ലല്ലോ, ഞാൻ സൈക്കിളിൽ പോയിക്കോട്ടെ എന്നാണ് നിങ്ങൾ എല്ലാവരും പറയുന്നത്. അല്ല, ഇത് ഇങ്ങനെ പറന്നു വരിക സൂപ്പർമാനാണ്, ഇങ്ങനെ പറന്നു വന്ന് പെട്ടെന്ന് വന്നിരിക്കാനൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. മറ്റേ പുള്ളി അറിയാതെയാണ് നിങ്ങൾ വന്ന് അതിന്റെ അത് പണ്ടേ പുറയിൽ വന്നിരിക്കുന്നതല്ലേ? അത് പോട്ട്. അപ്പൊ എനിക്ക് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള പറഞ്ഞാൽ ഇവരെ ഇതിനകത്ത് ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഇതിന് ഇടയ്ക്ക് മുമ്പ് വേദിയിലൊക്കെ വെച്ച് പല പ്രശ്നങ്ങളുണ്ടായതും കോൺഗ്രസ് ശരിക്കും നല്ലൊരു പാർട്ടിയാണ്, പക്ഷേ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു കടുപിടി ഇതിനകത്തോട്ട്. കാരണം മത്സര ബുദ്ധി നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് ഇതിന് പിന്നെ അവിടുന്ന് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് പോയാലും ഇവർ ഇതിനകത്ത് ഒരാള് നിയന്ത്രിച്ചുകൊണ്ട് പോകാനുണ്ടെങ്കിൽ ഇവര് അധികാരത്തിന് വേണ്ടിയുള്ള ഒരു വടംവലിയുണ്ട്. അല്ലാതെ മാധ്യമ സൃഷ്ടി എന്ന് ഞാൻ പറയുന്നില്ല. ശരിക്കും കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസ് ഒരു ഭരണ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അവര് കയറി വരികയാണെങ്കിൽ അത്രയും നല്ലത്. കുറച്ച് പ്രേക്ഷകർ അധികം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഗോമാതാജി നമ്മുടെ ഒരു പ്രേക്ഷകനാണ്. ഗോമാതാജി പറയുന്നത് ദുരന്തർ പാർട്ട് 2 കണ്ടു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ വോട്ട് ഉള്ളത് കൂടി പോകും എന്നാണ്. അപ്പോൾ സിനിമ കണ്ടാണോ ഗോമാതാജി വോട്ട് ചെയ്യേണ്ടത്? നമ്മുടെ സ്ഥാനാർത്ഥി അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഇതൊക്കെയല്ലേ. അപ്പോൾ ഈ ദുരന്തർ പാർട്ട് 2 ഞാൻ കണ്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അതിലെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഗോമാതാജി അത് കണ്ടെങ്കിൽ ഒന്ന് വിശദീകരിച്ചാൽ ഞാനും അത് പറയാം. അപ്പോൾ കിഷോർ കോന്നി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, ഹായ് എന്ന് പറയുന്നുണ്ട്. സുനിൽകുമാർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, ഉണ്ട്. DRMP മണി ഉണ്ട് കേട്ടോ. ഭരണം നടത്തുന്നവരും ഭരണം പിടിച്ചെടുക്കാൻ ഓടുന്നവരും മുക്രിയിട്ടുകൊണ്ട് പരിസരബോധമില്ലാതെ പരസ്പരം വെല്ലുവിളിക്കുകയാണ്. തമിഴ്നാട്ടിലെ കാളപ്പോരിനേക്കാൾ താഴ്ന്ന നിലവാരത്തിലാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം എന്ന് അദ്ദേഹം പറയുന്നത്. എനിക്ക് തോന്നുന്നത് കുറച്ചൊക്കെ ഒരു ശരിയുണ്ട്. ആളുകളെല്ലാം ഇങ്ങനെ സീറ്റിനും സ്ഥാനാർത്ഥിത്വത്തിനും വേണ്ടി ഇങ്ങനെ കടന്ന് ഓടുകയാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് സീറ്റും സ്ഥാനാർത്ഥിയൊന്നും ആയില്ലെങ്കിൽ
സത്യത്തിൽ പിന്നെ അത് ആ മുഴുവൻ അധ്വാനവും വേസ്റ്റാകും. നേതാവായാലല്ലേ എന്തെങ്കിലും ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ കരുതുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ കോൺഗ്രസിൽ 4 പേർ കൂടിയാൽ പലവിധ സംസാരമാണ്. എന്നിട്ട് മറ്റുള്ളവരുടെ മേൽ പഴിചാരും, നല്ല വെള്ള ചമയുന്നു, ഇതാണ് അവരുടെ ശാപമെന്ന് ശിവൻകുട്ടി CR എന്നോട് പറയുന്നു. മനു, വാട്ട് ഈസ് യുവർ ക്യാരക്ടർ നെയിം ഇൻ ദി അനിമേഷൻ? സൂപ്പർമാൻ ഓർ ഡിങ്കൻ? ബോത്ത് ഹാവ് ഷോൾസ് അറ്റ് ബാക്ക് എന്നാണ്. അപ്പോൾ ഈ ഷോള് ഇടുക എന്ന് പറയുന്നത്, അതിനെ ഒരു ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, ഓൾ ഹീറോസ് ഡോണ്ട് വെയർ കേപ്സ് എന്ന്. കേപ്പ് എന്നാണ് അതിനെ പറയുന്നത് ഈ ഇതിലിടുന്നത്. അപ്പോൾ എല്ലാ വലിയ പ്രതിഭകൾ ഇങ്ങനത്തെ സൂപ്പർമാൻമാരും കേപ്പ് ഇടണമെന്ന് പറയില്ല. പക്ഷേ ഇംഗ്ലീഷ് സംസ്കാരത്തിൽ അവിടെ ഈ നൈറ്റുകൾ അങ്ങനെയൊക്കെയുള്ള വലിയ പോരാളികളൊക്കെ ഈ കേപ്പുകൾ ധരിക്കും. അത് അവരുടെ ഒരു അമാനുഷിക ശക്തിയുടെയൊക്കെ ഒരു പ്രതിബിംബമായിട്ടാണ് കാണുന്നത്. അങ്ങനെയൊക്കെയുള്ളവർ ധരിക്കുന്ന ഒരു വേഷവിധാനമാണത്. അപ്പോൾ ഈ കേരളത്തിൽ അങ്ങനെ ഒരു വേഷവിധാനം അങ്ങനെ നമ്മുടെ കഥകളിലില്ല. പക്ഷേ ഇതൊരു കൗതുകത്തിന് വേണ്ടി ചെയ്തെന്നേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. പേര് നിങ്ങളൊക്കെ ഇടുന്ന പേര് തന്നെയാണ് നമ്മുടെ പൊതുവേദിയുടെ ചിഹ്നത്തിൻ്റെയും പേര്. ഇപ്പോൾ കൈരളിയേക്കാളും CPMന് പണിയെടുക്കുന്ന റിപ്പോർട്ടർ ചാനലാണെന്നൊക്കെ ബ്ലാക്ക് പറയുന്നുണ്ട്. എന്നാൽ ബ്ലാക്ക് എനിക്ക് നമസ്കാരമൊക്കെ പറഞ്ഞ് ജയകുമാറുണ്ട്. എല്ലാ പാർട്ടിയിലും പ്രശ്നമുണ്ട്. ജയനുണ്ട്, നമ്മുടെ സുനിൽകുമാറുണ്ട്, എല്ലാവരും ഉണ്ട്. രാജൻ കൊല്ലം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജൻ കൊല്ലം, സാറേ, ഇതിപ്പം ട്രയലാ കണ്ടത്. ഇപ്പൊ ശരിയായിട്ടുള്ള അടി കാണാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ റിസൾട്ട് വരുന്ന കഴിഞ്ഞിട്ടാണ്. വടിയെടുക്കാൻ പോയിട്ടേ ഉള്ളൂ. കാരണം ഇതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ 20ഓളം സ്ഥലങ്ങളിൽ കോൺഗ്രസ്സുകാരെ തോപ്പിന്ന് കാണാം. കാരണം വളരെ രസകരമാണ്. ഇപ്പൊ തന്നെ തുടങ്ങി. കാരണം വെച്ചാൽ ഞങ്ങളുടെ കൂടെ മറ്റേ സീറ്റ് കിട്ടാത്ത ആൾക്കാർ രാത്രി പറഞ്ഞു ഒരു കാരണവശാലും വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു തുടങ്ങി. കാരണം സീറ്റ് കിട്ടാത്ത ആൾക്കാർ ശരിക്കും പണിയാൻ പോവാ. കാരണം ദീപ്തിമേരി വർഗീസ് തന്റെ ആൾക്കാർ തന്നെ എറണാകുളത്ത് പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പം. അപ്പൊ ഇതിന്റെ ക്ലൈമാക്സ് വരാൻ പോകുന്നേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 20ഓളം പേര് തോറ്റ് തുന്നം പാടി സാറിനെ കിട്ടും. പിന്നെ എനിക്ക് ലാസ്റ്റ് പറയാനുള്ളത്, ആ കിരണ ഒരു കാജാ ബീഡിയോടെ പിടിപ്പിക്കായിരുന്നു പുള്ളിക്ക്. ബീഡി ഇങ്ങനെ വലിച്ചോണ്ട് ചവിട്ടുന്ന ആ രംഗമായിരുന്നു നല്ലത്. പക്ഷെ ബീഡിയൊന്നും നമ്മളിപ്പോ പ്രോത്സാഹിപ്പിച്ചുകൂടാ. ബീഡി പുകവലി ആരോഗ്യത്തിന് ഹാനികരം, അതാണ്. അതെ, പക്ഷേ അനിമേഷൻ ആകുമ്പോ ഇതൊന്നും നടക്കുമല്ലോ സാറേ. അനിമേഷൻ ബീഡി വലിക്കാം, പ്രശ്നമില്ല, ആരോഗ്യത്തിന്. ശരി, ഓക്കെ. അപ്പൊ കമാൻഡർ മാത്യു മുംബൈയിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. കമാൻഡർ മാത്യു, കേരളത്തിൽ നടക്കുന്ന ഈ തൃശ്ശൂർ പൂരമൊക്കെ കമാൻഡർ മാത്യു അറിയുന്നുണ്ടോ? ഇത് മാധ്യമങ്ങളൊക്കെ സൃഷ്ടിച്ച് ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണെന്നാണ് VD സതീശൻ പറയുന്നത്. നോണ ബോംബുകൾ ഇങ്ങനെ പൊട്ടിക്കുകയാണ്. ജഗതി ഒരു സിനിമയിൽ പറയുന്ന പോലെ ബോംബ് 1, 2, 3 എന്ന് പറഞ്ഞിങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കുകയാണ്. ഇത് നുണബോംബുകളാണോ അതോ ഇതിൽ കുറെ വാസ്തവം ഉണ്ടോ കമാൻഡർ മാത്യു? മനു, ആക്ച്വലി ഞാൻ വിശ്വസിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ മീഡിയ വെറും ലുങ്കി ന്യൂസ് അടിച്ചുവിടത്തില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിച്ചില്ല. കാര്യം അങ്ങനെ ലുങ്കി ന്യൂസ് അവർക്ക് അടിച്ചുവിടണമായിരുന്നെങ്കിൽ ഈ 48 മണിക്കൂർ ഇവരെന്തിനു വേണ്ടി ഈ ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തത്? ഇന്ന് വെളുപ്പിന് 2 മണിക്കാണ് നമ്മുടെ അടൂർ പ്രകാശും K. സുധാകരനൊക്കെ ഡൽഹിയിൽ നിന്ന് തിരിച്ച് കേരളത്തിൽ എത്തിയത്. അത് എത്തിക്കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്തു? ആദ്യം സുധാകരന്റെ ഒരു വാർത്താ സമ്മേളനം, അത് കഴിഞ്ഞ് സതീഷിന്റെ ഒരു വാർത്താ സമ്മേളനം, അത് കഴിഞ്ഞ് അടൂർ പ്രകാശിന്റെ ഒരു വാർത്താ സമ്മേളനം. ഈ ന്യായീകരിക്കാൻ ഇവർ വരുമ്പോൾ മാധ്യമ പ്രവർത്തകരെ ന്യായീകരിക്കാൻ വന്നാൽ മാധ്യമ കൂടി അല്ലാതെ ജനം എങ്ങനെ ഈ കാര്യങ്ങൾ അറിയും? ജനങ്ങൾ കാര്യങ്ങൾ അറിയണ്ടേ? 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ലിസ്റ്റ് വരുന്ന പറഞ്ഞാൽ നിങ്ങൾ 48 മണിക്കൂറിനും കൊണ്ടുവന്നില്ല, 96 മണിക്കൂറും കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് മാധ്യമക്കാരെ കുറ്റം പറയുന്നേ? ഒരിക്കലും വെടിയില്ലാതെ പുക വരത്തില്ല. അതെന്താ മനസ്സിലാക്കാത്തത്? ഇത് ചുമ്മാതെ മാധ്യമക്കാരെ രാവിലെ അവരെ തേച്ചിട്ട് പറയാണ് ഇങ്ങനെയാണ്. എനിവേ ഫൈനലി നമുക്ക് ഒരു കാര്യത്തെ ആശ്വസിക്കാം, കോൺഗ്രസിന് ഒരു ലിസ്റ്റ് വന്നു. ഇനി ഇവരെല്ലാരും ഒന്ന് ഒന്നിച്ചാല് അത്യാവശ്യം ഈ പോയ ഇമേജ് ഒന്ന് എടുക്കാം. എല്ലാവരുടെയും ഇമേജ് പോയി കിടക്കുക. നേതാക്കന്മാരെല്ലാം ഇന്ദിരാഭവന്റെ എല്ലാവരുടെയും ഇമേജ് പോയി കിടക്കുക. അതിനകത്ത് ഇമേജ് ഇല്ലാത്തത് മുരളീധരൻ അങ്ങനെയുള്ളവരൊക്കെ സ്ഥാനാർത്ഥികളായി പോയവരൊഴികെ ഈ നിൽക്കുന്നവന്റെ എല്ലാ ഇമേജ് പോയി കിടക്കുക. എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ, ഇമേജ് ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ പോക്കാം. ഓക്കെ. അപ്പോൾ
അപ്പോൾ ഇതിൽ ഷിജു ഒക്കെ പ്രവീണിയെ എന്തിനോ പുകഴ്ത്തുന്നുണ്ട് കേട്ടോ. വിവാദങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയൊക്കെ ഒരു സൂപ്പർ എഡിറ്റിംഗ് ഇതിൽ നടത്തിയെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ സദാശിവൻ നായർ പറയുന്നു, ഈ രാജൻ കൊല്ലം മാധ്യമങ്ങൾ എന്തോ ജ്യോതിഷം അറിയാവുന്ന ആളാണോ, വെറുതെ വാർത്തകൾ ശൂന്യാകാശത്തിൽ നിന്ന് വീശുന്നത് കാണുമ്പോൾ ചോദിച്ചു പോവുകയാണ് എന്നൊക്കെ സദാശിവൻ നായർ എന്നോടൊപ്പം ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നോടൊപ്പം സുരേന്ദ്രനുണ്ട് ഹരിപ്പാട് നിന്ന്. ശ്രീ സുരേന്ദ്രൻ, അവിടെ തെരഞ്ഞെടുപ്പ് ചിത്രമൊക്കെ തെളിഞ്ഞു അല്ലേ? അപ്പോൾ സുരേന്ദ്രനിലേക്ക് ഞാൻ വരാം. സലീമുണ്ട് മലപ്പുറത്ത് നിന്ന്. ശ്രീ സലീം. നമസ്കാരം. സലീമിന്റെ മലപ്പുറം ജില്ലയിൽ എവിടെയാണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ സലീം? ഞാൻ പാണക്കാട് അടുത്ത് പട്ടർക്കാട് പറഞ്ഞ സ്ഥലം. പാണക്കാടിനടുത്താണ് അല്ലേ? പാണക്കാടിന് 1 കിലോമീറ്റർ, ജസ്റ്റ് 1 കിലോമീറ്റർ. അത് ശരി. പട്ടർക്കടവ്. അത് ശരി. അതെന്താ അവിടെ ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം, ഈ പട്ടർക്കടവ് എന്ന് പറയാനായിട്ട്? പട്ടർ അത് പഴയ ചരിത്രത്തിൽപ്പെട്ട തമിഴ് ബ്രാഹ്മണന്മാരുടെ എന്തെങ്കിലും സെറ്റിൽമെന്റ് ഉണ്ടോ അവിടെ? അല്ലല്ല, അങ്ങനല്ല. ആ പട്ടറല്ല. നമ്മളിത് മമ്പറം തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പട്ടറയുടെ കഥയാണ് ഇതിന് പട്ടർക്കടവ്. അങ്ങനെ. അത് ശരി. അപ്പൊ ഞാൻ വിചാരിച്ചത് തമിഴ് ബ്രാഹ്മണനെ പട്ടർമാർന്നൊക്കെ പറയും. അങ്ങനെയല്ല, അതല്ല. ഇല്ല, ഒരു പട്ടറയുടെ താക്കോല് പുഴയിൽ കളഞ്ഞു പോവുകയും അത് വേറെ നിലക്ക് കിട്ടുന്നൊക്കെ അങ്ങനെ എന്തൊക്കെയോ കഥയാണ്. അപ്പൊ അവിടെ തെരഞ്ഞെടുപ്പ് രംഗമൊക്കെ മലപ്പുറത്തൊക്കെ ചൂട് പിടിച്ചു കഴിഞ്ഞു. താങ്കളൊക്കെ മാധ്യമങ്ങളെ കണ്ടു, ലിസ്റ്റൊക്കെ പുറത്തു വിട്ടു അല്ലേ? അപ്പൊ ഈ ഇതൊക്കെ വ്യാജ വാർത്തകളാണ് വരുന്നത് എന്ന് പറയുന്നിടത്ത് മുഴുവൻ വ്യാജമാണോ ശ്രീ സലീം? വ്യാജ വാർത്തയാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പ്രയാസമുള്ള സാഹചര്യം ഒന്നല്ല ഇപ്പൊ ഉണ്ടായിരുന്നത്. പിന്നെ സാധാരണ UDF എത്ര ട്രപ്പീസ് കളിച്ചാലും മാധ്യമങ്ങൾ അത്ര പ്രാധാന്യം കൊടുക്കലില്ല. പക്ഷെ ഇത്തവണ മാധ്യമങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടിട്ടാണ് ഇത്രയൊക്കെ കവറിങ് അവർ തന്നെ കൊടുത്തത്. പിന്നെ നമ്മുടെ ടീം UDF എന്ന് പറയുന്നതിന് പകരം UDF ടൂർണമെന്റ് എന്ന് പറയുന്നതായിരുന്നു നന്നായത്. അതിനിപ്പോ ടൂർണമെന്റ് മുഴുവനായിട്ടില്ല, പകുതി വഴിയിലാണ്. ഇനി അതിന്റെ ക്വാളിഫയിങ് റൗണ്ട് നടക്കാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ നുണ ഇപ്പോഴും നമ്മളെ സാറ് കൈവിട്ടിട്ടില്ല. 48 മണിക്കൂറിന്റെ ഉള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നാണ് ഇന്ന് രാവിലെയും കൂടി പറഞ്ഞത്. പക്ഷെ 100 മണിക്കൂറിലധികം സമയം കഴിഞ്ഞിട്ടാണ് പ്രഖ്യാപിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. ആ നുണ പറയുന്ന സ്വഭാവം ഇപ്പോഴും. യെസ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഓക്കെ, വ്യക്തമാണ് അഭിപ്രായം. അപ്പോൾ ശശിധരൻ മാസ്റ്റർ എന്നോടൊപ്പം ചേരുന്നു കണ്ണൂരിൽ നിന്ന്. ശ്രീ ശശിധരൻ മാസ്റ്റർ. ഹലോ. ശശിധരൻ മാസ്റ്റർ കണ്ണൂരിൽ എവിടെയാണ് ശശിധരൻ മാസ്റ്റർ? കണ്ണൂർ ചേലേരി. ചേലേരി. ഓക്കെ. എന്താണ് ശശിധരൻ മാസ്റ്റർക്ക് തോന്നുന്നത് ഈ വാർത്തകളൊന്നും മാധ്യമ സൃഷ്ടിയല്ല? കാരണം UDF സംബന്ധിച്ചാൽ കോൺഗ്രസ് സംബന്ധിച്ച് അത്ര വലിയ ഇരുമ്പ് പറയുന്ന അവരെ പാർട്ടിക്ക് ഉള്ളിലില്ല. മിക്കവാറും കാര്യങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് ചോർത്തിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് പിന്നെ വേണുഗോപാലും VD സതീശനും കൂടി ഏത് രീതിയിലും സുധാകരന്റെ വരവിന് തടയുക എന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. കാരണം സുധാകരൻ MLA ജയിച്ചു വരികയും ഒരു ക്യാബിനറ്റ് രൂപീകരിക്കാനുള്ള സാധ്യത വരികയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന് VD സതീശനും കേസിക്കുന്നതായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഏത് രീതിയിലും തടയുക എന്നുള്ള സമീപനം ആദ്യമേ സ്വീകരിച്ചത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ അനിയൻകുട്ടൻ എന്നോടൊപ്പം ചേരുന്നത് പത്തനംതിട്ട എന്നാണ്. ശ്രീ അനിയൻകുട്ടൻ ഇത് സമ്മതിക്കില്ല. അനിയൻകുട്ടൻ കേൾക്കാമോ? എന്താണ് അനിയൻകുട്ടൻ തോന്നുന്നു? വ്യാജ വാർത്ത വല്ലാതെ കൂടുന്നുണ്ടോ അനിയൻകുട്ടൻ? തീർച്ചയായിട്ടും കൂടുന്നുണ്ട്. ഫുൾ വ്യാജ വാർത്തയാണ്. ചാനലിന്റെ പേര് തന്നെ പറയാം. അങ്ങനെ പറയണ്ട, അത് മോശം. ന്യൂസ് 18 വ്യാജ വാർത്ത കൊടുക്കണം കോൺഗ്രസിനെതിരെ. അല്ല, ഇന്ന് രാവിലെ ഒരു വാർത്ത പറഞ്ഞിട്ട് പിന്നെ അത് കണ്ടില്ല. CPM 5 സ്ഥാനാർത്ഥി നേട്ടണം, സ്ഥാനാർത്ഥികൾ കൂടി നടക്കുവാണ്. പിന്നെ ആ വാർത്ത നിങ്ങൾ കാണിച്ചില്ലല്ലോ. അത് കോൺഗ്രസിന്റെ ആയിരുന്നെങ്കിലും UDFന്റെ ആയിരുന്നെങ്കിലും ഇന്ന് എല്ലാ ചാനലും ഇത് തന്നെ കൊല്ലാമെന്ന് പോലെ വെഞ്ച് കാണിക്കാല്ലേ. സതീശൻ പറഞ്ഞ കാര്യം കറക്റ്റാ. ഇവിടെ 3-4 ചാനലുകൾ മിനിയാന്ന് പോലെ കാണിച്ചത് ഭയങ്കര ദോഷമാണ്. അതൊക്കെ എങ്ങനെയൊന്നും കാണിക്കരുത്. കോൺഗ്രസിനകത്ത് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് അനിയൻകുട്ടൻ പറയുന്നത്. അങ്ങനെ വിഷയമില്ല ഇതിനകത്ത്. ഞാൻ പറയാം, അതിനകത്ത് ഈ വാർത്ത നിങ്ങൾ CPM-ന്റെയോ BJP-ക്കെതിരെ കൊടുത്തു നോക്കിയേ. എന്താ ഇവിടെ നടക്കാൻ പോകുന്നത്? കത്തിച്ചു കളയാവര് ആ സ്റ്റുഡിയോയും സഹിതം. അല്ല, ഞങ്ങളിപ്പോ CPM-നെതിരെ ജി സുധാകരൻ പറഞ്ഞ വാർത്ത ഞാൻ അനിയൻകുട്ടൻ ഒരു മിനിറ്റ് ഞാനും കൂടി പറയുന്നത് കേൾക്ക്. അല്ല, ഞാൻ തർക്കിക്കാറൊന്നുമല്ല അനിയൻകുട്ടൻ. ഞാൻ ഇത് ഒരു വിമർശനാത്മകമായിട്ടാണ് കേൾക്കുന്നത്, അതുകൊണ്ട് ഞാൻ മുഴുവൻ കേൾക്കാൻ തരാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ജി സുധാകരൻ CPM-നെതിരെ പറഞ്ഞ വാർത്തയെല്ലാം കൃത്യമായി കൊടുക്കുന്നില്ലേ? അപ്പോൾ ഇനി ഞാനിപ്പോൾ നുസൂർ എന്ന് പറഞ്ഞൊരു ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഇന്ന് പറഞ്ഞ ചില പ്രതികരണങ്ങൾ ഒന്ന് കേട്ടു നോക്കി. പ്രവീണ, അതൊന്ന് പ്ലേ ചെയ്യാമോ? ഈ നുസൂർ എന്താ പറഞ്ഞതെന്ന് ഒന്ന് കേൾക്കട്ടെ. കോൺഗ്രസ് നേതാവാണ്, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുകയാണ്. ഇവിടെ നഗരസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എന്തുകൊണ്ട് BJP അധികാരത്തിലേക്ക് വന്നു? എന്തുകൊണ്ടാണ് വന്നത്?
കോൺഗ്രസ് 20 സീറ്റ് പിടിച്ചതുകൊണ്ട് UDF 20 സീറ്റ് പിടിച്ചതുകൊണ്ട് BJP അധികാരത്തിലേക്ക് വരൂ. അവിടെ UDFന്റെ വോട്ട് BJPക്ക് മറിച്ചു കൊടുത്ത സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വരും ദിവസങ്ങളിൽ ആ ലിസ്റ്റും നിങ്ങൾക്ക് കൈമാറും. അങ്ങനെ മറിച്ചു കൊടുത്ത സ്ഥലങ്ങളുണ്ട്. ആ സമയത്ത് വെച്ച 1:2 എന്ന ആനുപാതികം ഒരു റേഷ്യോ ഉള്ള ഒരു ഡീല് കേരളത്തിൽ നടക്കുന്നു, തിരുവനന്തപുരത്ത് നടക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനെ നേമത്ത് വിജയിപ്പിക്കണം, പകരം അരുവിക്കരയിൽ ശിവകുമാറിനെ വിജയിപ്പിക്കുക, അതുപോലെ തന്നെ വട്ടിയൂർക്കാവിൽ കെ മുരളീധരനെ വിജയിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് ശ്രീലേഖ IPSന്റെ കൌൺസിലറിനെ മുൻ IPS ഉദ്യോഗസ്ഥൻ ഇത് പറയുന്നത് CPM കാരനാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങളുടെ എതിർ പാർട്ടിക്കാരാണെങ്കിൽ പോട്ടെ. നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുന്നതാണ്. ഞാൻ ഇതെങ്ങനെയാണ് കൊടുക്കാതിരിക്കുക? ഇതാണ് ഇതിന്റെ പ്രശ്നം എന്നേ. ചില വർഷങ്ങൾ ഇങ്ങനെയുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്ന കൊടുക്കണം. പക്ഷേ ഒരു സ്ഥാനാർത്ഥി ഇത് ചിലര് പരസ്യമായി പറയുന്നു, ചിലര് ഞങ്ങളോട് ഇത് രഹസ്യമായി പറയുന്നു. അപ്പൊ ഞങ്ങൾ ഈ രഹസ്യമായി പറയുന്നത് ചിലതൊക്കെ ഞങ്ങൾ വാർത്തയാക്കുന്നുണ്ട്. ഇങ്ങനെ പരസ്യമായി പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മാധ്യമങ്ങൾ വ്യാജ വാർത്ത പടച്ചുവിടുന്നെന്ന് ആരോപണം ഞാനതൊന്ന് വിമർശനാത്മകമായി എടുക്കുകയാണ്. പക്ഷെ നിങ്ങളും ശ്രദ്ധിക്കണം. പാർട്ടി അണികൾ ഇങ്ങനെ ഇപ്പോൾ എന്താ പറയുന്നതെന്നറിയാം, CPM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ട് എന്ന് ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുകയാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് നേമം മണ്ഡലത്തിൽ പരിഗണിക്കപ്പെട്ടിരുന്നു എന്നാണ് ആദ്യഘട്ടത്തിൽ വാർത്തകൾ വന്നിരുന്നത്. അങ്ങനെ നേമത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തുനിഞ്ഞിറങ്ങിയ ഒരാളാണ് ഇപ്പോൾ പറയുന്നത് ഡീലുണ്ടെന്ന് നിങ്ങൾ തമ്മിൽ. അപ്പം നിങ്ങൾ എന്നെ ഇനി കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? അല്ല, ശരിയാ. പറയും അതാണ് കോൺഗ്രസ് പാർട്ടി, അതാണ് വിളിച്ചു പറയാനുള്ള കാര്യം. നിങ്ങൾ പറയാം അത് കോൺഗ്രസ് പാർട്ടിയാണ്. അല്ല, CPM അതാ ഞാൻ ചോദിച്ചേ. ഈ ഇടതുപക്ഷത്തൊക്കെ ആണെങ്കിൽ തൊടി വിണ്ടുപോകും, അപ്പം ജീവനേഷ പുറത്തോരിങ്ങ് വരും. ഇതൊക്കെയാണ് ഇത് നടക്കുന്നത്. കോൺഗ്രസിനകത്ത് ഇങ്ങനെ ചർച്ചയൊക്കെ നടത്തി അത് ജനാധിപത്യ പാർട്ടിയാണ്. അല്ലെ, ഇതൊരു ജനാധിപത്യത്തിനൊട്ടും ചേരാത്ത ഇതിനെ നിങ്ങൾ ജനാധിപത്യ പാർട്ടി എന്ന് അല്ല, ഇങ്ങനെ പറയുന്നതിന് ജനാധിപത്യ പ്രക്രിയ എന്ന് വിളിക്കരുത്. ഒരു പാർട്ടിക്കകത്തിരുന്ന് അതിലൊരു സമുന്നതനായ നേതാവ് പറയാണ് ഡീല് നടത്തിയിട്ടുണ്ട്, അവിടെ ജയിപ്പിച്ചാൽ ഇവിടെ ജയിപ്പിക്കും. എന്താ ഞാൻ മറ്റൊരു അങ്ങനെ സഹായിക്കുന്ന വേറൊരാളും കൂടെ ഉണ്ട് കോൺഗ്രസിന്റെ, ഉമേഷ്. നല്ല മനുഷ്യനാണ്, സത്യസന്ധമായി അഭിപ്രായം പറയുന്ന ആളാണ് ഉമേഷ്. എല്ലായിടത്തും മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താനാവോ? വ്യാജ വാർത്തകൾ കൊടുക്കരുത്, ഉള്ള കാര്യം. ശരി ശരി, ഓക്കെ. ഉമേഷും കൂടി കേൾക്കാം. ഞാൻ ഉമേഷും കൂടി പാട്ടെ, അങ്ങയുടെ പാർട്ടിക്കാരനാണ്. ശ്രീ ഉമേഷ്. നമസ്കാരം. നമസ്കാരം. കുറേയൊക്കെ നിങ്ങളും ജാഗ്രത പുലർത്തേണ്ടേ ശ്രീ ഉമേഷ്. ഇതിങ്ങനെ വാപോയ കോടാലികൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ കോൺഗ്രസ്സുകാർ തന്നെ പറയുകയാണ്, ഇവിടെ അത് നടന്നു, ഇത് നടന്നു, ഡീല് നടക്കുന്നു. അത്തരത്തിലേക്ക് ഓരോരുത്തർ എന്തെങ്കിലും വായി കിട്ടിയ കോതയ്ക്ക് പാട്ടെന്നെല്ലാം പറയുന്നതെല്ലാം പറയും. പക്ഷെ ഓരോരുത്തരല്ല, നിങ്ങൾ ഇത്രയും കാലം നേതാവ് കൊണ്ടുവരുന്ന ആളുകളാണ്, നിങ്ങൾ പരിചയപ്പെടുത്തിയ ആളുകളാണ് ഇതൊക്കെ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ കുറ്റപ്പെടുത്തുക. അതാ നോക്കൂ, ഞങ്ങളെ ബോംബിട്ടു, ബോംബ് 1, ബോംബ് 2, ബോംബ് 3. ഞാനത് എനിക്കറിയില്ല. ഞാൻ ചില കാര്യങ്ങൾ ഇങ്ങനെ വിമർശനാത്മകമായി കണ്ടപ്പോൾ ഞാനും പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് കോൺഗ്രസിനോട് ഒരു വിരോധമില്ല കേട്ടോ. കോൺഗ്രസ് ജയിച്ചാൽ സന്തോഷം, CPM ജയിച്ചാൽ സന്തോഷം, BJP ജയിച്ചാൽ സന്തോഷം. മനസ്സാറേ, ഞാനിപ്പോ എനിക്ക് തോന്നുന്നു പൊതുവേദിയിൽ ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട് പൊതുവേദി തുടങ്ങിയ കാലഘട്ടം മുതൽ ഞാൻ വിളിക്കാൻ ഇടക്കാലത്ത് കുറച്ച് കാലത്ത് വിളിച്ചില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മനസ്സാറോടായാലും സാറ് ശരി, അതേപോലെ തന്നെ കിരൺ സാറിനോടായാലും ശരി, തുടക്ക കാലഘട്ടത്തിൽ ഏതോ ലേഡി ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു ചില സമയത്തെല്ലാം. അതായത് ഓരോരും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളോടൊക്കെ ഒരുതരം റെസ്പെക്ട് ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇന്ന് ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഇന്ന് ജനങ്ങൾക്കും അതേപോലെ സർക്കാരിനും ഇടയിൽ മീഡിയേറ്ററായി നിൽക്കുന്നത് തന്നെയാണ് മീഡിയ എന്ന് പറയുന്നത്. സത്യമാണല്ലോ. അല്ലാതെ ഒരു ഈ സർക്കാരിന്റെ കാര്യങ്ങളെല്ലാം പണ്ട് പത്രമാധ്യമങ്ങളിലൂടെയാണെങ്കിലും റേഡിയോയിലൂടെയാണെങ്കിലും ഒക്കെ ഇരുന്ന് ജനങ്ങൾ അറിഞ്ഞിരുന്നത്. ഇന്ന് അതിൽ വളരെയേറെ ഇൻവോൾവ്ഡ് ആയിരിക്കുന്നതാണ് നിങ്ങളെ മീഡിയ, ദൃശ്യമാധ്യമം എന്ന് പറയുന്നത്. വളരെയേറെ നിങ്ങൾ പല കാര്യങ്ങൾ, അതായത് ഇവിടെ ഭരിക്കുന്നവരുടെ കാര്യമായാലും പ്രതിപക്ഷത്തിരിക്കുന്നവരുടെ പോരായ്മകളായാലും നല്ലതായാലും എല്ലാം പറയും. പക്ഷെ VD സതീശൻ ഇന്ന് പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന കാര്യം പ്രശ്നങ്ങളില്ലാത്ത പാർട്ടി ഇന്ന് ഏതുള്ള ഒരു പ്രശ്നമില്ലാത്ത പാർട്ടി, എല്ലാ പാർട്ടിയും പ്രശ്നമില്ലാത്ത ഒരു പാർട്ടിയില്ല. അപ്പോ ചില കാര്യങ്ങളെ ബിൽഡപ്പ് ചെയ്തിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചില മീഡിയകളാണ് അദ്ദേഹം വല്ലാതെ വിമർശിച്ചത്.
അല്ലാതെ എല്ലാ കാര്യത്തെ കുറിച്ചല്ല. ചില KC വേണുഗോപാൽ അത് VD സതീശനും വാക്ക് തർക്കമുണ്ടായി എന്നൊക്കെ പറഞ്ഞാല് അത് അവര് തമ്മിൽ തന്നെ കോണ്ടാക്ട് ചെയ്ത് ഞാനും നിങ്ങളും തമ്മിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു എന്ന് അവര് തമ്മിൽ പറയേണ്ട ഒരു സ്ഥിതിവിശേഷം പോലെ. അതായത് ചില മീഡിയ വളരെയേറെ ഇല്ലാത്ത നുണപ്രചരണം ഉണ്ടാക്കി എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ആരെയും എന്ത് പറഞ്ഞാലും ഇതൊന്നല്ല മനസ്സേറെ ഇവിടെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താൻ. ഇവിടെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമോ, സുധാകരൻ അമ്പലപ്പുഴയിൽ ജയിക്കുമോ, ഷൊർണൂരിൽ BJPയുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ, ഇതൊന്നുമല്ല ഇവിടെ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നം. ഇതാണ് ജനങ്ങളുടെ പ്രശ്നം. അതല്ല, ജനങ്ങൾക്ക് ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം, അതാണ് ഭൂരിപക്ഷ കേരള ജനതയുടെ ഒരു വികാരം. അത് വോട്ടായി UDF അധികാരത്തിൽ വരുമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യവുമാണ്. അപ്പോൾ ഗോപകുമാർ കൂടി എന്നോടൊപ്പം ചെർപ്പശ്ശേരിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ഗോപകുമാർ, കോൺഗ്രസിനെതിരെ വാർത്ത വരുമ്പോൾ നിങ്ങൾ ചിരിക്കും, പക്ഷെ നിങ്ങൾക്കെതിരെ വാർത്ത വരുമ്പോൾ നിങ്ങളത് മാധ്യമ സൃഷ്ടിയാണെന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ഇത് അങ്ങനെ ഇതിനെ തള്ളിക്കളയാൻ കഴിയില്ല. ഇത് BJPക്കെതിരെ വലിയ വാർത്താ സൃഷ്ടി വരുന്നു എന്ന് നിങ്ങളും ആരോപിക്കാറുണ്ട്. അതുപോലെ ഇവരാരോപിക്കുമ്പോൾ നിങ്ങൾ അതിനെ താങ്ങുമോ? നമസ്കാരം മനോജി. നമസ്കാരം. എന്താ പറയാ, ഞാൻ ഇതിനൊരു കോൺഗ്രസിന്റെ ഉൾപാർട്ടി സംഭവമാണ്, അല്ലാണ്ട് വേറൊന്നും അതിന് പറയാൻ കഴിയില്ല. പക്ഷെ കോൺഗ്രസിന് അതേ പറയാൻ കഴിയുള്ളൂ. കോൺഗ്രസിന് ദൃശ്യ പത്ര മാധ്യമങ്ങളെ പഴിചാരിയിട്ട് രക്ഷപ്പെടാനുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പൊ കോൺഗ്രസിന് മാധ്യമങ്ങൾ എന്ത് തെറ്റായ വാർത്ത കൊടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ള എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ദിവസേന വാർത്തയും ഇതൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരും കാണുന്നുണ്ടായിരിക്കും, എന്റെ മാത്രം പ്രത്യേകമായിരിക്കില്ല. പിന്നെ മാധ്യമങ്ങളുടേതായ രീതിയിൽ കുറച്ചൊക്കെ പൊടുപ്പും തൊങ്ങലൊക്കെ കൂട്ടിയിട്ട്, അല്ലെങ്കിൽ അവർ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് പൊടുപ്പും തൊങ്ങലൊക്കെ കൂട്ടിയിട്ട് സ്വാഭാവികം. അത്രേ ഇതിനെപ്പറ്റി പറയാനുള്ളൂ. പിന്നെ സ്ഥാനാർത്ഥി നിർണയം എന്തിനാ കോൺഗ്രസ് ഇത്രയും വൈകിപ്പിച്ചെന്നുള്ള മറുപടി അദ്ദേഹത്തിന് പറയാനില്ലല്ലോ. സ്ഥാനാർത്ഥി നിർണയം എന്തിനാണ് വൈകിപ്പിച്ചത്, അത് കോൺഗ്രസിന് പറയാനുണ്ടോ? ഇല്ല. അല്ല, ഇത് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ കോൺഗ്രസിൽ നിന്ന് ഇങ്ങനെ സീറ്റ് മോഹികളായ ആളുകളെല്ലാം, ഞാൻ BJPക്കാരനായോണ്ട് ചോദിക്കുകയാണ്, സീറ്റ് മോഹികളായ ആളുകളെല്ലാം ഇപ്പോൾ അവിടുന്ന് സീറ്റ് കിട്ടാതാകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇവരെല്ലാം നിങ്ങളിങ്ങനെ സ്വീകരിച്ചിരുത്തേണ്ട കാര്യമുണ്ടോ? പാർട്ടിയിൽ കുറച്ചൊക്കെ പണിയെടുത്ത് അടിത്തട്ടിൽ നിന്ന് ആളുകൾ വരുന്നതിന് പകരം അവിടെ കുറച്ചു കാലം പണിയെടുത്തു, സീറ്റ് കിട്ടിയില്ല, എന്നാൽ വേഗം ഇങ്ങോട്ട് വന്നോളൂ, ഇവിടെ സീറ്റ് തരാം, അങ്ങനെയൊക്കെ ഉള്ളൊരു രാഷ്ട്രീയ നിലപാട് BJP സ്വീകരിക്കുന്നത് ശരിയാണോ? ഞങ്ങൾക്ക് നമ്മളെ ബിജെപിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാവരും ഞങ്ങൾ സ്വീകരിക്കും. അത് ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് വരാൻ പറ്റുന്ന എല്ലാ പാർട്ടികളായിട്ടും മറ്റേ ജെ ചന്ദ്രയൊക്കെ ഇന്ന് എത്തിയിട്ടുണ്ട്, മുൻ മേയർ. ഹലോ, മനോജി പറയാമോ? അതെ, ഇന്ന് കുറെ നേതാക്കൾ ഇപ്പൊ കോൺഗ്രസിലേക്ക് വന്നിട്ടുണ്ട്. അവരൊക്കെ 2 നേതാക്കൾ വന്നവരുടെ സ്ഥാനാർത്ഥിയൊക്കെ ചെയ്തിരിക്കണം, ഡയറക്റ്റായിട്ട് അങ്ങനെ സ്ഥാനാർത്ഥിയൊക്കെ ചെയ്യിക്കണം. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്ന് പറയാനുള്ള, ഒരു MP-ക്കോ MLA-ക്കോ മാറി മത്സരിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമനിർമ്മാണം കൊണ്ടുവരണം നമ്മുടെ നാട്ടിൽ എന്നാണ് എനിക്ക് പറയാതെ. ഇനി നിയമനിർമ്മാണം ഇല്ലാന്നുണ്ടെങ്കിൽ MP ആയ ആള് MLA ആയിട്ട് മത്സരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വരുന്ന ചെലവ്, അതായത് ആള് ജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും MP-ക്ക് മത്സരിക്കണമല്ലോ, വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമല്ലോ, ആ തെരഞ്ഞെടുപ്പിന്റെ ചെലവ് ആ പാർട്ടി അല്ലെങ്കിൽ ആ വ്യക്തി എടുക്കണം എന്നുള്ളൊരു നിയമനിർമ്മാണം കൊണ്ടുവരണം. അപ്പോഴേ ഇതിനൊക്കെ ഉണ്ടാവുള്ളൂ. മെയിൻ ആയിട്ടുള്ള കാരണം സ്ഥാനമാനം മോഹിച്ചിട്ടുള്ള കോൺഗ്രസുകാരുടെ MP-മാരുടെ, നിങ്ങളുടെ പാർട്ടിക്കാരും ഒക്കെ MLA-മാരൊക്കെ MP സ്ഥാനത്തിനൊക്കെ മത്സരിക്കുന്നുണ്ട്, MP-മാർ MLA-ക്ക് മത്സരിക്കുന്നുണ്ട്. എത്ര BJPയുടെ പട്ടിക എടുത്താൽ അത് കോൺഗ്രസിനേക്കാൾ എത്രയോ കൂടുതലായിരിക്കും കേട്ടോ. ഏത് പാർട്ടിയിലും MP ആയ ആള് വീണ്ടും MLA ആവാൻ മത്സരിക്കാന്നുണ്ടെങ്കിൽ MLA ജയിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവിടെ MP സ്ഥാനത്ത് ഒരു ഇലക്ഷൻ വെക്കണ്ടേ? കേന്ദ്രമന്ത്രിമാർ തന്നെ അവിടെ പോയി തെരഞ്ഞെടുപ്പിൽ പല സംസ്ഥാനങ്ങളിലും പോയി മത്സരിക്കാനൊക്കെ നിന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, അങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്തി കഴിഞ്ഞാൽ ഇതിൽ കുറെ മാറ്റം ഉണ്ടാവും. വേറെ ഒന്നും ഇപ്പൊ കോൺഗ്രസിന് പറയാണ്ടാവില്ല. എല്ലാ കാരണം കൊണ്ടും എല്ലാ കാര്യത്തിലും അവര് ഒരു ഭരണം കിട്ടാവുന്ന ഒരു സാധ്യതയൊക്കെ ഉണ്ടായിരുന്നതാണ്. ആന്റി ഇൻകംബൻസി ഒക്കെ ഉണ്ടായിരുന്നു, പറ്റിയ പാർട്ടിയുടെ ആന്റി ഇൻകംബൻസി ഒക്കെ കാരണം കൊണ്ട്. അല്ല, അതല്ലല്ലോ ഞാൻ ഇവിടുത്തെ ചർച്ചാ വിഷയം. ഞാൻ ചോദിക്കുന്നത് ഈ മാധ്യമ വാർത്തകൾ അസ്ഥാനത്താണോ, അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നാണ്. ഏതായാലും ഓക്കെ, ശരി. അപ്പോട്ടെ, നമ്മുടെ ബാലകൃഷ്ണൻ വടകര കൂടി ഉണ്ട് അങ്ങനെ സഹായിക്കാനായിട്ട്. ബാലകൃഷ്ണൻ വടകര, ശ്രീ ബാലകൃഷ്ണൻ വടകര. സാർ നമസ്കാരം. മാധ്യമങ്ങൾ വേട്ടയാടുന്നു എന്ന വാർത്ത അല്ലെങ്കിൽ ആക്ഷേപം ആദ്യം ഉന്നയിച്ചവരിൽ ഒരാൾ ഈ BJPക്കാരാണ്. ഇപ്പോൾ അത് കോൺഗ്രസ് ഉന്നയിക്കുകയാണ്. ഇപ്പം ഈ ഘട്ടത്തിൽ നിങ്ങൾ കോൺഗ്രസ് ഉന്നയിച്ച ആ ആക്ഷേപത്തെ പിന്താങ്ങുമോ? സാർ, എനിക്കൊരു കാര്യം, ബഹുമാനീയനായ പ്രതിപക്ഷ നേതാവിനോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. അദ്ദേഹത്തിന് രാഷ്ട്രീയ വനവാസത്തിന് ഇനി ഏകദേശം 40 ദിവസമേ സമയമുള്ളൂ.
അതിനിടയ്ക്ക് അദ്ദേഹം ഇതിലും വലിയ പിച്ചും പേയും ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അദ്ദേഹം നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല, എനിക്ക് അതാണ് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകാത്തത്. ഈ BJP-കാരനായ ഉറച്ച RSS-കാരനായ ബാലകൃഷ്ണൻ വടകര CPM ജയിക്കുമെന്ന് ഇങ്ങനെ എത്ര കാലമായി എത്രയോ മാസങ്ങളായി നമ്മൾ ഈ സംവാദം നടത്തുകയാണ്. അപ്പൊ എപ്പോഴും ഇതാണ് അങ്ങയുടെ ഒരു പ്രതികരണം, മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ. ഞാൻ പറയുന്നത്, ഞാൻ മൂന്നാമതും പിണറായി വിജയൻ എന്നത് പാൽപ്പായസം വിളമ്പുന്നല്ല പറയുന്നത്. സാറിന് ഈ ചാനലിൽ കേൾക്കാനുള്ള സമയം കിട്ടുന്നില്ല, എനിക്ക് സംസാരിക്കാനുള്ള സമയവും തരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ഒരു മതരാഷ്ട്രം പറയുന്ന പാർട്ടിയെ ഇവർ ഒപ്പം കൂട്ടിയിട്ട് ഇവർ മനസ്സിലാക്കേണ്ട BJP-യോ ഇടതുപക്ഷമോ ഒന്നുമല്ല എതിരാളികള്. ഇവിടെ നിഷ്പക്ഷമതികളായ യഥാർത്ഥ മതനിരപേക്ഷതവാദികൾ പുറത്തുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. ഈ രാഷ്ട്രീയ പൾസ് അറിയില്ലേ പ്രതിപക്ഷ നേതാവിന്? അദ്ദേഹം എത്ര കാലമായി രാജ്യത്ത് പ്രവർത്തിക്കുന്നത്? വെറും ഒരു പ്രാദേശികമായി വെറും ഒരു പഞ്ചായത്തിൽ ഒതുങ്ങി ഒരു പ്രവർത്തനം ഇല്ലാതെ ഒരു ന്യൂസ് കാണുന്ന എനിക്ക് പച്ചയായിട്ട് മനസ്സിലാവുന്നു സാർ. നിഷ്പക്ഷമതികളായ മതേതരവാദികൾ ഈ പ്രാവശ്യം കോൺഗ്രസിന് അധികാരത്തിൽ നിന്ന് പുറത്ത് ചാടിക്കും. ഒരു കാരണവശാലും കോൺഗ്രസിന് അധികാരം കൊടുക്കില്ല. പച്ചക്ക് ഹിന്ദു എനിക്കൊന്ന് ബാലകൃഷ്ണൻ കോൺഗ്രസ് മുക്ത് ഭാരതിന്റെ വക്താവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സെക്കൻഡ് കൂടി എനിക്ക് തരുവാ. ഒരു സെക്കൻഡ്. ഈ ജമാഅത്തെ ഇസ്ലാമിയെ തോളത്തിട്ട് നടക്കുമ്പോൾ ആലോചിക്കേണ്ടിയിരുന്നു. വനവാസത്തിന് ഒരുങ്ങിക്കോളൂ സാർ. രാഷ്ട്രീയ വനവാസം റെഡിയാണ്. അദ്ദേഹം ഇനിയും 10 ദിവസം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ പിച്ചും പേരും പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അദ്ദേഹത്തിന് തെറ്റ് പറ്റിയെന്ന് അദ്ദേഹത്തിന് ഇപ്പൊ തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും പരിശോധിക്കാം, ജമാഅത്തെ ഇസ്ലാമിയെ പുറത്താക്കാം. അതിന് ചങ്കൂറ്റമുണ്ടോ? അധികാരത്തിൽ വരും. അത് ആർജവത്തോടെ BJP പറയുന്നതല്ല. ഞാൻ BJP അനുഭാവിയാണ്. പക്ഷെ എനിക്കറിയാം വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ 1 മിനിറ്റിന് വരെ ഞാൻ 5 മിനിറ്റ് സമയം തന്നില്ല എന്നുള്ള പറയുന്നത്. അപ്പൊ എനിക്ക് ചില സുപ്രധാന വാർത്തകൾ വരുന്നു. തിരുവനന്തപുരത്ത് ഇടതുമുന്നണിക്ക് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. സിനിമാ താരം സുധീർ കരമന ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകും എന്നാണ് പറയുന്നത്. ഞാൻ അതിന്റെ വിവരങ്ങൾ എടുക്കാം, നമുക്കത് പ്രേക്ഷകർക്ക് നൽകേണ്ടതുണ്ട്. സിനിമാ താരം, അപ്പോൾ സിനിമാ താരങ്ങളുടെ എണ്ണമൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് കൂടുകയാണ്. 2-3 പേർ സ്ഥാനാർത്ഥി പട്ടികയിൽ അല്ലെങ്കിൽ വോട്ടർ ലിസ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് മാറി നിൽക്കുമ്പോൾ കൂടുതൽ ആളുകൾ വരികയാണ്. ജനാർദ്ദനൻ പള്ളിപ്പാട് നിന്ന്. ശ്രീ ജനാർദ്ദനൻ. നമസ്കാരം സാർ. നമസ്കാരം. ജനാർദ്ദനൻ, പള്ളിപ്പാട് എന്ന് പറയുന്നത് എവിടെയാ? പള്ളിപ്പാട് ഹരിപ്പാടിന് കിഴക്ക്. ഹരിപ്പാടിന്. ആലപ്പുഴ ജില്ലക്കാരനാണ്. ആലപ്പുഴ ജില്ല, ഹരിപ്പാടിന് കിഴക്ക്. ഹരിപ്പാട്ട് 3 കിലോമീറ്റർ പള്ളിപ്പാട്. മണ്ഡലം പക്ഷേ ഹരിപ്പാട് തന്നെ അല്ലേ? ഹരിപ്പാട് തന്നെ. ഹരിപ്പാട്. അവിടെ കോൺഗ്രസ് സ്വാധീനം രമേശ് ചെന്നിത്തല ഉറപ്പിക്കുമോ അതോ ഇത്തവണ അവിടെ നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്ക് ഇവിടുത്തെ സ്ഥാനം മിക്കവാറും കിട്ടാൻ സാധ്യതയുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, ഞാൻ ഒരു BJP-കാരനാണ്. സന്ദീപ് വചസ്പതിയാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. സന്ദീപ് വചസ്പതിയാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ലാസ്റ്റ് ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം നല്ല ഒരു നേതാവാണ്. ഇന്നലെ ഇവിടെ അഴിയൊക്കെ നടന്നു. ജനജീവിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇവിടെ. ഈ നമ്മൾ തമ്മിൽ നിന്നുള്ള അതുപോലുള്ള ഒരു പ്രോഗ്രാം. ഞാൻ ചോദിക്കുന്നു ശ്രീ ജനാർദ്ദൻ, നിങ്ങൾ ചില പോസ്റ്ററുകളൊക്കെ അദ്ദേഹത്തിനെതിരെ അവിടെ അടിച്ചിറക്കിയോ? എന്താ അവിടെ സന്ദീപിനെതിരെ എന്തോ പോസ്റ്ററൊക്കെ അടിച്ചിറക്കിയോ ആളുകൾ? ഇല്ല. ഇല്ല, ഞങ്ങൾ രമേശിനെതിരെ അവിടെ ഒത്തിരിയും വീട്ടുകാര് കുറച്ച് 2 മാസത്തിന് മുമ്പ് 50 വീട്ടുകാർ ഒരുമിച്ച് പുള്ളിയുടെ വീടിനടുത്ത് പരിസരത്തുള്ള ആൾക്കാർ തന്നെ പിന്മാറിയിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് മാറി. പക്ഷെ ഈ അദ്ദേഹം ജയിച്ചാൽ തന്നെ ഇവിടെ ഈ പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനും ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനും ഈ മുസ്ലിം ലീഗും ഈ പാർട്ടിക്ക് ഉള്ളിലുള്ള ആൾക്കാരും എല്ലാവരും കൂടെ തമ്മിൽ അടിയോടടിയായിരിക്കും. ഇലക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഇതിലൊക്കെ രസം വരാൻ പോകുന്നത്. ശരി, അപ്പൊ ഞാൻ എനിക്കൊരു ചെറിയൊരു സമയം തരണം. എന്താണെന്ന് പറയുന്നത്, നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ വാർത്ത VV അരുൺ ഇപ്പോൾ അവിടെ നൽകുന്നുണ്ട്. VV അരുൺ, ഇത് കേൾക്കാമോ? അപ്പൊ സിനിമാ താരങ്ങൾ കൂടുതൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് വരികയാണ്. ഇന്നസെന്റിനെ വെച്ച് പരീക്ഷിച്ച ഒരു തവണ അവിടെ CPM ജയിച്ചിട്ടുണ്ട്, പിന്നെ പരാജയപ്പെട്ട ചരിത്രമുണ്ട്. VV അരുൺ, സുധീർ കരമനയാണോ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തിരുവനന്തപുരം സെൻട്രലിൽ? മനു, അത് തന്നെയാണ്. തിരുവനന്തപുരം സെൻട്രലിലെ സ്ഥാനാർത്ഥിനിർണ്ണയം CPM-ന് ഇടതുമുന്നണിക്ക് വേണ്ടി തലവേദനയായിരുന്നു. അവിടെ ആരെ മത്സരിക്കുന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സീറ്റായിരുന്നു തിരുവനന്തപുരം. അവിടെ ആന്റണി രാജുവിന് മത്സരിക്കാൻ കഴിയില്ല. അങ്ങനെ ആരെ മത്സരിപ്പിക്കാമെന്ന കാര്യത്തിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഇപ്പോൾ ഒടുവിൽ CPM ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയിരിക്കുന്നു. സുധീർ കരമന സിനിമാ താരമാണ്. അദ്ദേഹം പ്രശസ്ത സിനിമാ താരമാണ്. തിരുവനന്തപുരം സ്വദേശിയാണ്. കരമന ജനാർദ്ദനൻ നായരുടെ മകൻ. നിരവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളിൽ ഒരാളാണ്. അധ്യാപകൻ കൂടിയായിരുന്നു. ആന്റണി രാജുവിനെ കാണാനില്ല, ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല എന്ന് പറയുന്നു. അതിന്റെ ഇടയിൽ നമ്മുടെ ജനതാദളിൽ നിന്ന് RJDയിൽ നിന്ന് രാജിവെച്ച് വന്ന സുരേന്ദ്രൻപിള്ള സ്ഥാനാർത്ഥിയാകുമെന്നൊക്കെയുള്ള വാർത്തകളുണ്ട്. അപ്പൊ ഇതെല്ലാം പോയി അല്ലേ?
അത്തരം സാധ്യതകൾ പലതും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ആന്റണി രാജുവിന് കൃത്യമായ ഒരു സ്ഥാനാർത്ഥി ശക്തനായ, കാരണം തിരുവനന്തപുരം സിറ്റിംഗ് സീറ്റാണ്. സിറ്റിംഗ് സീറ്റുകൾ ഇത്തവണ നഷ്ടപ്പെടുന്ന CPM-നെ ഇടതുമുന്നണി ചിന്തിക്കാൻ കഴിയാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തേടി. പക്ഷേ പലപ്പോഴും ആന്റണി രാജു നിർദ്ദേശിച്ച പേരുകളൊന്നും CPM-ന് സമ്മതമായിരുന്നില്ല. അങ്ങനെയാണ് ഒരു പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാൻ ആലോചിച്ചത്. ആ സാഹചര്യത്തിലാണ് സാധാരണ ഒരു മുന്നണി അരുണെ, ഒരു മുന്നണിയിൽ ഒരു ഘടകകക്ഷിക്ക് ഒരു സീറ്റ് കൊടുത്താൽ പിന്നെ അതിൽ CPM-ന് താല്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥി വേണമെന്ന് വാശി പിടിക്കുന്ന ഒരു രീതി ശരിയാണോ? ഉണ്ടോ അങ്ങനെ? അത്തരത്തിലുണ്ട്. കാരണം ഇടതുമുന്നണി ആന്റണി രാജു നൽകിയ സീറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് അത് ഇവിടെ ഒരു പാർട്ടി ചിഹ്നത്തിൽ CPM-ന് അത്യാവശ്യം സ്വാധീനമുള്ള മേഖലയാണ് തിരുവനന്തപുരം സെൻട്രൽ. പക്ഷേ അവർ ഇതുവരെ CPM ചിഹ്നത്തിൽ അവിടെ സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുമില്ല. പക്ഷേ ഇത്തവണ CPM അങ്ങനെ ആലോചിക്കുമ്പോൾ ആന്റണി രാജു മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥികളൊന്നും വിജയസാധ്യതയുള്ളവരല്ല എന്ന് കണ്ടെത്തി CPM പേരുകൾ മാറ്റുകയായിരുന്നു. വി സുരേന്ദ്രൻപിള്ളയിലേക്ക് വന്നെങ്കിലും 10 വർഷത്തോളം അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ ആ രീതിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലോ മണ്ഡലത്തിലോ ഒന്നും ഇല്ലാതിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പരിഗണിക്കുക ഗുണകരമായില്ല എന്ന് CPM വിലയിരുത്തി. ആന്റണി രാജുവും അതിനോട് യോജിച്ചില്ല. ഒടുവിൽ പല ചർച്ചകൾക്കൊടുവിലാണ് CPM ബന്ധമുണ്ട്, എന്നാൽ ഒരു സ്വതന്ത്രൻ എന്ന പരിവേഷത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ജനങ്ങൾക്ക് അധികം പരിചയപ്പെടുത്തലുകൾ വേണ്ടാത്ത ഒരാളെ ഉള്ള അന്വേഷണമാണ് ഒടുവിൽ സുധീർ കരമനയിലേക്ക് എത്തിച്ചേർന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠനകാലം മുതൽ യൂണിവേഴ്സിറ്റി കോളേജും അതുമായി ബന്ധപ്പെട്ട CPM ബന്ധമുള്ളയാളാണ്. CPM വളരെ പ്രധാനപ്പെട്ട നേതാക്കളുമായി അവിടുത്തെ വ്യക്തിബന്ധം പുലർത്തുന്നയാളാണ്. CPM-ന്റെ സാംസ്കാരിക വേദികളിലെല്ലാം സാന്നിധ്യമാണ്. അടുത്തിടെ ചലച്ചിത്ര അക്കാദമിയുടെ ജനറൽ കൗൺസിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നത് മണ്ഡലത്തിൽ ഏതാണ്ട് 3 ആഴ്ച താഴെ മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഒരാളെ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തിയെടുക്കുക എളുപ്പമല്ല. സുധീർ കരമനയാകുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ മുഴുവൻ പ്രശസ്തനായ ഒരു സിനിമാ താരം. തിരുവനന്തപുരത്തുകാർക്ക് അദ്ദേഹത്തെ വളരെ വ്യക്തമായി അറിയുകയും ചെയ്യാം. അങ്ങനെ ഈ ചുമട്ടുതൊഴിലാളികളുമായ ഒരു തർക്കത്തിലൊക്കെ ഏർപ്പെട്ട ഒരു വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നില്ലേ? അപ്പൊ അവരൊക്കെ വിശ്വാസത്തിലെടുക്കുമോ പരിസരവാസികൾ? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ സുധീർ കരമനയെ ആ രീതിയിൽ അന്ന് CIT പ്രവർത്തകരുമായാണ് തർക്കമുണ്ടായത്. പക്ഷേ അന്ന് CPM നേതൃത്വമൊക്കെ അദ്ദേഹത്തിനൊപ്പമാണ് നിന്നത്. അദ്ദേഹത്തോടുള്ള പെരുമാറ്റത്തൊക്കെ അന്ന് CPM നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടായിരുന്നു. അത്തരത്തിൽ CPM സാംസ്കാരിക രംഗവുമായി വളരെ അടുത്ത് ചേർന്ന് പോകുന്ന ഒരു ആളെന്ന നിലയിൽ കൂടിയാണ് സുധീർ കരമനയുടെ പേര് ഇപ്പോൾ CPM പരിഗണിക്കുന്നത്. ഏതാണ്ട് ആ പേരിലേക്ക് ഇടത് നേതൃത്വം എത്തിച്ചേർന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എങ്കിൽ നാളെ ഒരുപക്ഷെ പ്രഖ്യാപനം ഉണ്ടാകും. ഇടത് സ്വതന്ത്രനായി സുധീർ കരമന തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കും. കോവളത്തും അത്തരത്തിൽ ഇടത് സ്വതന്ത്രനെയാണ് CPM ഇടതുമുന്നണി കണ്ടെത്തിയത്. പാർട്ടി ചിഹ്നത്തിന് പകരം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ അവിടെയും ധാരണയായത്. സുധീർ കരമനയുടെ പേര് വൈകാതെ ഇടതുമുന്നണി നേതൃത്വം പ്രഖ്യാപിച്ചേക്കും. അങ്ങനെ തിരുവനന്തപുരത്ത് 13 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാകുമ്പോഴും തിരുവനന്തപുരത്ത് ആര് എന്ന ചോദ്യം ഉയർന്നു വന്നിരുന്നു. ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം എവിടെ തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എവിടെയെന്ന പരിഹാസവുമായൊക്കെ രംഗത്ത് വന്നിരുന്നു. അതിനൊരു മറുപടിയായി കൂടി മാറുകയാണ് സുധീർ കരമനയുടെ സ്ഥാനാർത്ഥിത്വം. CPM നേതൃത്വം ആ സ്ഥാനാർത്ഥിത്വം വൈകാതെ പ്രഖ്യാപിച്ചേക്കും. മനു, ഓക്കെ, വ്യക്തമാണ്. അതാണ് VV അരുൺ ആണ് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. അപ്പോൾ സുധീർ കരമനയാണ് ഇടത് സ്ഥാനാർത്ഥിയായി വരുന്നത്. നേരത്തെ വീട്ടിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ടൈൽസൊക്കെ ഇറക്കിയതുമായി ബന്ധപ്പെട്ടൊക്കെ ചില തർക്കങ്ങൾ അന്ന് അവിടുത്തെ തൊഴിലാളി നേതാക്കളുമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞു തീർത്തെന്നാണ് ഇപ്പോൾ VV അരുൺ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഒരു ഇടത് ചേരിയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ പൊതുവേദി തുടരുകയാണെങ്കിൽ രാജൻ കൊല്ലം പറ്റിയൊരു ഇതുണ്ട്. ഓക്കെ, ഗോമാതാജി പറയുന്നത് എപ്പോഴാണ് എഞ്ചിനീയേഴ്സ് ഡോക്ടേഴ്സൊക്കെ മുഖ്യമന്ത്രി ആകാൻ പോകുന്നത് ഈ ഇന്ത്യയിൽ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയല്ല ഗോമാതാജി, എഞ്ചിനീയറും ഡോക്ടറും ആയതുകൊണ്ടല്ല കാര്യം. ഇപ്പോൾ എഞ്ചിനീയറും ഡോക്ടറും അല്ലാത്ത ആളുകളായിട്ടുണ്ട്, ആയവരായിട്ടുണ്ട്, ചിലർ ഈ ഡോക്ടറേറ്റൊക്കെ വാങ്ങിച്ചെടുക്കുന്നവരുണ്ട്. അതൊന്നും അല്ല കാര്യം. ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാൾക്ക്. വലിയ പരീക്ഷ പാസ്സായ ആളുകൾക്കൊന്നും എല്ലായ്പ്പോഴും വിജയിക്കാൻ കഴിഞ്ഞിട്ട്. പക്ഷേ നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പോലെ ICS പരീക്ഷയൊക്കെ പാസ്സായ വലിയ പ്രതിഭകൾ ഒരു സ്ഥലത്തുണ്ട്. പക്ഷേ ഇത് പരീക്ഷ പാസ്സായതുകൊണ്ട് മാത്രമേ എല്ലാവർക്കും ജയിക്കാൻ കഴിയണം എന്നില്ല. അപ്പോൾ മോഹനുണ്ട്, കുറേ ഉണ്ട്. ഞാനെല്ലാം വായിക്കാം. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ആ ഇടവേള എടുത്ത് ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം.
കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി യെസ്. അപ്പോൾ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ എന്നോട് ദുരന്തർ പാർട്ട് 1 കണ്ടോ എന്ന് ഷിജു ചോദിക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ വളരെ കുറച്ചേ സിനിമകൾ കാണാറുള്ളൂ. അത് ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ചാലേ പുറത്തുപോയി സിനിമ കാണുന്ന രീതിയുള്ളൂ. അല്ലാതെ ഞാനായിട്ട് ഒറ്റയ്ക്ക് ഒരു സിനിമയ്ക്ക് പോവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ച് സിനിമയ്ക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം വളരെ വളരെ വിരളമാണ്. അപ്പോൾ ആരെങ്കിലും നിർബന്ധിച്ചാൽ അവരുടെ കൂടെ പോവുക എന്നുള്ള രീതിയാണ് പൊതുവേ ഞാൻ അവലംബിക്കുന്നത്. അപ്പോൾ ലണ്ടനിൽ ഇരുന്ന് ബ്ലൈറ്റി ഡേയ്സ് നമ്മുടെ ഹരി അവിടെ ഇരുന്ന് നമ്മുടെ പൊതുവേദി കാണുന്നുണ്ട്. സന്തോഷം. ഹരി അവിടെ ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പല പ്രമുഖ മാധ്യമപ്രവർത്തകരും ഇടത് അനുഭവമുള്ളവരാണ് എന്ന് ഹരി പറയുന്നു. അതാണ് റിപ്പോർട്ടിങ്ങിൽ അതൊക്കെ പ്രതിഫലിക്കുന്നത് എന്നാണ് നമ്മുടെ ഹരിയുടെ ഒരു വിമർശനം. അങ്ങനെയില്ല കേട്ടോ. ഇത് ഇപ്പോൾ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും മാധ്യമരംഗത്തുണ്ട്. അപ്പോൾ ജയകുമാർ അദ്ദേഹം പറയുന്നത് സീറ്റ് കിട്ടാത്തത് കൊണ്ട് ആർക്കാണ് അറിയാത്തത് എന്ന്. ജയകുമാർ മറ്റേ നമ്മുടെ കോൺഗ്രസ് നേതാവിൻ്റെ കാര്യം പറയുന്നത്. സീറ്റ് കിട്ടാത്ത അയാൾ എന്തൊക്കെയോ പറയുന്നു എന്നാണ്. അപ്പോൾ സീറ്റ് കിട്ടാത്ത ആളിങ്ങനെ പറയുന്ന ആളാണെങ്കിൽ ഇയാളെ പിടിച്ച് നേതാവാക്കിയ നിങ്ങളെയല്ലേ ആദ്യം പറയേണ്ടത്. അപ്പോൾ ഏത് പാർട്ടിയായാലും മറ്റേ പാർട്ടിയിൽ നിന്ന് മാറി വരുന്നവർക്ക് ഉടനെ തന്നെ സീറ്റ് നൽകുന്നത് ഒരിക്കലും ശരിയല്ല. പീഡന വാർത്തകൾ CPM-ൽ ഇന്നുണ്ട്. അത് എന്താ വാർത്തയായിരുന്നു? എല്ലാ വാർത്തയും എല്ലാ പീഡന കഥകളും നമുക്ക് ആര് ചെയ്താലും അത് നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല, നമ്മളതിനെതിരാണ്. ഇന്ന് രാത്രി നമ്മുടെ പോലീസ് പെട്രോൾ എന്ന നമ്മുടെ പ്രത്യേക പരിപാടിയിൽ ഇതെല്ലാ വാർത്തകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയാൽ എല്ലാ വാർത്തകളും അതിൽ കാണും കേട്ടോ. ഒരു പാർട്ടിക്കും അവർക്കെതിരായ വാർത്ത വരുമ്പോൾ അത് വ്യാജമെന്നും തോന്നും. അത് സ്വാഭാവികം. കൊടുക്കുന്ന വാർത്ത ശരിയായിരിക്കും എന്ന് രഘുനന്ദനൻ തിരുമുല്ലവാരം പറയുന്നു. ബാലകൃഷ്ണൻ വടകര ഇത്ര ശക്തമായി പറയുന്നത് BJP-യും CPM-ഉം തമ്മിലുള്ള അന്തർധാരയാണ് വ്യക്തമാക്കുന്നതെന്ന് സദാശിവൻ നായർ എന്നോട് പറയുന്നു. അപ്പോൾ കൃഷ്ണൻകുട്ടി നമ്മുടെ മണിമല എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. LDF 3.0 വരും എന്നാണ് കൃഷ്ണൻകുട്ടി മണിമലയുടെ പ്രഖ്യാപനം. റഹീമേഹ് എന്നോട് പറയുന്നത് ഇന്നലെ കേരളത്തിലെ ചാനലുകൾ കൊടുത്ത വാർത്തകൾ ഓരോ ചാനലുകളും സ്വസ്ഥമായി ഒന്ന് ഇരുന്ന് കാണുന്നത് നന്നായിരിക്കും. അല്പം നേരും നെറിയും ഒക്കെ വേണ്ടേ എന്ന് ഒരു വിമർശനാത്മകമായി പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് അംഗീകരിക്കുന്നു അങ്ങയുടെ നിലപാട്. ഓക്കെ. സതീശൻ പറയാതെ സംഭവിച്ചിട്ടുള്ളൂ. അദ്ദേഹം ദീർഘവീക്ഷണം സതീശൻ പറഞ്ഞതേ സംഭവിച്ചിട്ടുള്ളൂ. അദ്ദേഹം ദീർഘവീക്ഷണമുള്ള ആളാണ്. കുട്ടൻ വിളക്കത്തല, മിസ്റ്റർ കുട്ടൻ വിളക്കത്തല, അങ്ങിത് എവിടെയായിരുന്നു ഇത്രയും ദിവസം? ഞാനിത് അങ്ങേ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തിലകനെയും അതുപോലെ കാണാനില്ല. എന്നെ പാട്ടൊക്കെ പാടുന്ന ഇടയ്ക്ക് നമ്മളെ പാട്ടൊക്കെ പാടി രസിപ്പിക്കുന്ന നമ്മുടെ തിലകനെയും കാണാനില്ല. അപ്പോൾ കുട്ടൻ എന്ത് പറ്റിയെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ കുട്ടൻ വിളക്കിത്തല വന്നിരിക്കുന്നു. പക്ഷേ മോളുടെ അക്കൗണ്ടിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ. അരുന്ധതി കോലമ്പറമ്പത്ത് എനിക്ക് ഹായ് എന്ന് പറയുന്നുണ്ട്, നമസ്കാരം എന്ന് പറയുന്നുണ്ട്. ഓക്കെ. ടിറ്റോ എന്നോട് പറയുന്നത് SDPI PDP തീവ്രവാദികളുമായി സഖ്യമുള്ള CPM-നും UDF-നും ജമാഅത്ത് ഇസ്ലാമി ബന്ധം പറഞ്ഞ് ആക്ഷേപിക്കാൻ അർഹതയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. CPM-ന് അജിത് കുമാർ മാറോളി എന്നോടൊപ്പം ചേർന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. CPM-നെതിരെ വ്യാജ വാർത്തകൾ നൽകിയതുപോലെ കേരളത്തിൽ മറ്റൊരു പാർട്ടിക്കെതിരെയും ഇതുവരെ മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. സുധീർ കരമന LDF സ്ഥാനാർത്ഥിയാൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് മോണിക്ക ജവാൻ. അപ്പോൾ സിംഗപ്പൂരിൽ എല്ലാം വെൽ ക്വാളിഫൈഡ് മിനിസ്റ്റേഴ്സാണ്. അതുകൊണ്ട് ആ രാജ്യം 35 വർഷം കൊണ്ട് ചേരിയിൽ നിന്ന് ഈ നിലയിലേക്ക് എത്തി. സിംഗപ്പൂർ എന്നത് വളരെ ചെറിയൊരു രാജ്യമാണ്. ആ ചെറിയൊരു രാജ്യത്തിന് ഒരു പക്ഷേ വളരാൻ കഴിയുന്ന വേഗതയിൽ 140 കോടി മനുഷ്യരുള്ള ഇന്ത്യ രാജ്യത്തിന് വളരാൻ നമുക്ക് കഴിയില്ല. കാരണം സിംഗപ്പൂർ എന്ന് പറയുന്ന അവിടെ പോയവർക്കൊക്കെ അറിയാം, അതൊരു ചെറിയൊരു പ്രദേശമാണ്. അവിടെ ആളുകൾക്ക് പെട്ടെന്ന് ഒരേ ഇതാണ്. ഇവിടെ വ്യത്യസ്തമായ ആശയങ്ങൾ, 100 ആചാരങ്ങൾ, അതിനേക്കാളുപരി അന്ധവിശ്വാസങ്ങൾ. ഈ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ നമ്മളെ ശശി തരൂരിൻ്റെ വാക്ക് കടമെടുത്താൽ ഇംഗ്ലീഷുകാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ലോക GDP-യിൽ തന്നെ നിർണായകമായ ഒരു സംഭാവന നൽകിയിരുന്ന ഇന്ത്യ ഒരു പോസ്റ്റർ ചൈൽഡ് ഓഫ് പോവർട്ടി എന്നാണ് ശശി തരൂർ ഉപയോഗിക്കുന്ന വാക്ക്. അതായത് ദാരിദ്ര്യത്തിൻ്റെ മുഖമുദ്രയായി മാറുന്ന രീതിയിലേക്ക് ഇന്ത്യയെ അങ്ങേയറ്റം ചൂഷണം ചെയ്താണ്, ഇവിടുന്ന് സാമ്പത്തികമായി ചൂഷണം ചെയ്താണ് ഇംഗ്ലീഷുകാർ ഇറങ്ങിപ്പോയത്. അതിൻ്റെ ഭാഗമായി വന്ന പ്രശ്നങ്ങൾ. സുകുമാർ സെൻ എന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷണർ പറയുന്നൊരു കാര്യമുണ്ട്, മുഖം
കാണിക്കാൻ തയ്യാറാകാത്ത, വിദ്യാഭ്യാസമില്ലാത്ത 80% സ്ത്രീകളെ പോളിംഗ് ബൂത്തിലെത്തിക്കുന്ന വലിയ ദൗത്യമേറ്റെടുത്ത സുകുമാർ സെൻ ആ കാലഘട്ടത്തെയൊക്കെ വിവരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവിടുന്നൊക്കെ നമ്മൾ ഇത്രയും ദൂരം വന്നു എന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ്. ചെറിയൊരു സ്ഥലത്തിൻ്റെ ചെറിയൊരു മാറ്റം നോക്കി കണ്ടുകൊണ്ട് അത് ഡോക്ടർമാർ കൊണ്ടുവന്നാണോ എഞ്ചിനീയർമാർ കൊണ്ടുവന്നാണോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഡോക്ടർമാരായ ആളുകൾ ഇവിടെ കേരളത്തിൽ ഭരിച്ചിട്ടുണ്ട്. എത്രയോ വിദ്യാസമ്പന്നരായ ആളുകൾ കേരളത്തിൽ ഭരിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ PhD ഉള്ള ആളാണ്. അപ്പോൾ അതുപോലെയൊക്കെ ഉള്ള ആളുകളൊക്കെ കേരളത്തിലുമുണ്ട്. പക്ഷേ എന്ന് കരുതി VS അച്യുതാനന്ദന് വിദ്യാഭ്യാസം കുറവായിരുന്നു. അദ്ദേഹം പക്ഷേ കേരളത്തിലെ വളരെ പ്രിയപ്പെട്ട ഒരു നേതാവായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വിദ്യാഭ്യാസത്തെക്കാൾ ഉപരി ഒരു എന്താ പറയുക, അക്കാദമിക് ബിരുദങ്ങളെക്കാൾ ഉപരി അത് അറിവും ജനങ്ങളുമായി ഇടപഴകാനൊക്കെയുള്ള കരുത്തുമാണ് ഒരു യഥാർത്ഥ രാഷ്ട്രീയ നേതാവിന് സൃഷ്ടിക്കുന്നതെന്നാണ് ഗോമാതാജി ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മനു, വേർ ഡിഡ് യു ഷൂട്ട് ദിസ് കളിക്കളം ട്രailer? ഇറ്റ് ഈസ് ഇൻസൈഡ് News 18 സ്റ്റുഡിയോ ഓർ എ ടർഫ് എന്നാണ് പറയുന്നത്. ഈ എല്ലാ രഹസ്യങ്ങളും അങ്ങനെ പുറത്ത് പറയാൻ പറ്റില്ല. ഷിജു ഇങ്ങനെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരുന്നാൽ എല്ലാം എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല. എങ്കിലും ഞാൻ പറയാം, അത് ഇവിടെ നമ്മുടെ അടുത്തുള്ളൊരു സുഹൃത്തിൻ്റെ ടർഫാണ്. അവിടെ ചെന്ന് ഒരു തമാശയ്ക്ക് കിരൺ ബാബു ഒരു ദേശീയ ഷട്ടിൽ മത്സരത്തിലൊക്കെ പങ്കെടുക്കാൻ യോഗ്യത നേടിയ ആളാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് വേണം. എനിക്ക് ഈ ഷട്ടിൽ കളി അത്ര അറിയില്ല, എങ്കിലും ഞാൻ അറിയാവുന്ന പോലെയൊക്കെ കളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചാനലിന് വേറെയും കമൻറ്റ് ബോക്സ് ഉണ്ടോ എന്ന് നിരവധി കമൻറ്റ് ബോക്സുകൾ ലൈവിലൊക്കെ വരും. അപ്പോൾ ഇത് നമ്മുടെ ഈ ചിത്രം വരുന്ന ഇതിലാണ് കേട്ടോ. അജിത് മാറോളി സ്ഥിരം പ്രേക്ഷകനല്ലേ, അങ്ങേക്ക് അറിയില്ല ഇതൊക്കെ. സുകുമാരൻ പിള്ളൈ, ശശിധരൻ പിള്ളൈ എന്ന് പറയും. എല്ലാവർക്കും നമസ്കാരം. ഒരു കമൻറ്റ് ഇടാൻ പോലും സമയം കിട്ടിയില്ല. 4 മുതൽ 4:30 വരെ ട്രൈ ചെയ്തിട്ട് കോൾ കിട്ടിയില്ല. 5 പ്രാവശ്യം റിങ് ചെയ്ത് എന്തോ എടുക്കുന്നില്ല എന്ന് പറയുന്നു. നമ്മുടെ എന്താണ് ആളുകൾ എടുക്കുന്നില്ല എന്നുള്ളൊരു പരാതി. അങ്ങനെ വരാൻ സാധ്യതയില്ല. ശാന്തകുമാരി ചേച്ചി എന്നോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹായ് മനു, എൻ്റെ കമൻറ്റ് വായിച്ചു, പക്ഷേ പേര് പറഞ്ഞില്ല എന്ന് പറയുന്നു. അങ്ങനെ പറയാതിരിക്കില്ല. ചേച്ചി നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരാളാണെന്ന് ഞാൻ എപ്പോഴും ഇവിടെ എല്ലാ പ്രേക്ഷകരോടും പറയുന്നതാണ്. റിട്ടയറായി ഭർത്താവിനോടൊപ്പം ഇരുന്ന് പൊതുവേദി കാണുന്ന ശാന്തകുമാരി ചേച്ചിയെപ്പോലെ ഒരു പ്രശസ്ത അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രേക്ഷകയെ എങ്ങനെ മറക്കാനാണ്? നമ്മുടെ ഹൃദയത്തിനകത്താണ് രണ്ടുപേരും, നിങ്ങൾ രണ്ടുപേരും, ഭർത്താവും ചേച്ചിയും ഒക്കെ ഉള്ളത്. അപ്പം മുരളീധരൻ നായർ MN എന്താണ് വൈകിയെന്നറിയില്ല, അദ്ദേഹം നമുക്കൊപ്പം ജോയിൻ ചെയ്ത് അതിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട്. സന്തോഷം. മനു പറഞ്ഞത് പോയിൻ്റാണ്, ഞാൻ യോജിക്കുന്നതെന്ന് ഗോമാതാജി എന്നോട് പറയുന്നു. യെസ്, ഗോമാതാജി അത് നല്ല ഒരു പ്രതികരണം. പക്ഷേ ഗോമാതാജി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഇപ്പോൾ വാജ്പേയി അദ്ദേഹം വിദ്യാസമ്പന്നനായിരുന്നു. അപ്പോൾ വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പാണ്ഡിത്യം നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ. അതുപോലെ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അറിവും അക്കാഡമിക് ബിരുദം എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആ വൈദഗ്ധ്യം, അദ്ദേഹത്തിൻ്റെ നോളജ് ഒക്കെ രാജ്യത്തിന് വലിയ തോതിൽ പ്രയോജനപ്പെടുത്താൻ അന്ന് കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് അവരുടെ ഒരു നേട്ടമാണ്. വിദ്യാഭ്യാസം ഉള്ളവരെക്കാൾ ആണോ അല്ലയോ എന്നല്ല, പക്ഷേ അത് കുറേ കൂടി അപ്പീലിംഗ് ആയിട്ട് നമുക്ക് അവരുടെ ദീർഘവീക്ഷണം, ഇപ്പോൾ പണ്ഡിറ്റ് നെഹ്റുവിനെ പോലുള്ളവർ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ ദ റിപ്ലൈ എന്ന് ഷിജു പറയുന്നു. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം രവിദാസൻ, ശ്രീ രവിദാസൻ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രവിദാസൻ കേൾക്കാമോ? ഓക്കെ, സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ സുരേന്ദ്രനെയൊക്കെ സംസാരിച്ചിട്ട് കുറച്ച് ദിവസമായി. സുരേന്ദ്രൻ കേൾക്കാമോ? നമസ്കാരം സാറേ. നമസ്കാരം. സുരേന്ദ്രൻ, അവിടെ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് രംഗമൊക്കെ? ചൂട് പിടിച്ചോ തൃശ്ശൂരിൽ? തൃശ്ശൂർ ചൂട് പിടിക്കാനായിട്ട് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇവിടെ വടക്കാഞ്ചേരി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇന്നാണ്ടാണ് പ്രഖ്യാപിച്ചത്. വടക്കാഞ്ചേരിയാണല്ലേ? ഞാൻ വിചാരിച്ചു തൃശ്ശൂർ മണ്ഡലത്തിലാകുമ്പം നമ്മുടെ ഈ എഴുത്തുകാരനാണല്ലോ. അപ്പോൾ ആലങ്കോട് ആണല്ലോ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് സുരേന്ദ്രൻ വടക്കാഞ്ചേരിയാണെന്നുള്ളത് ഞാൻ വിട്ടുപോയി. ഞാൻ തൃശ്ശൂർ എന്നുള്ള ഓർമ്മയിലാണ് നിൽക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ് സുരേന്ദ്രനെ വേദനിപ്പിക്കുന്നത്. അല്ല, ഞാൻ സ്ഥാനാർത്ഥി ഇന്നാണ് പ്രഖ്യാപിച്ചതെന്നാ പറഞ്ഞാലുണ്ട്, സ്ഥാനാർത്ഥി ഇല്ല എന്നല്ല പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, തിരുവനന്തപുരം സെൻട്രലില് സുധീർ കരമന സാറ് മത്സരിക്കുന്നെന്ന് പറഞ്ഞു. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന് വിജയാശംസകൾ. അദ്ദേഹം എന്തായാലും ജയിക്കും. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് എന്ന് എനിക്കറിയാം. താങ്കൾക്ക് സിനിമാ ബന്ധമൊക്കെ ഉണ്ടോ? ബന്ധം വേണ്ട, അദ്ദേഹത്തിന് വീട് ഇവിടെ ഉണ്ട്, തൃശ്ശൂരുണ്ട്. ഓ, അത് ശരി. ഞങ്ങളുടെ കോളനിയിൽ തന്നെയാണ്. ഓഹോ, അപ്പൊ തൃശ്ശൂരും തിരുവനന്തപുരത്തും വീടുള്ള ആളാണ് സുധീർ കരമന. അതെ, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. നമ്മൾ കാണുന്ന രൂപമൊന്നുമല്ല, അദ്ദേഹത്തിനോട് അടുത്ത് പെരുമാറുമ്പോ കാണുമ്പോ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഓഹോ, അത് ശരി. പിന്നെ എനിക്ക് ഈ വിഷയത്തിലേക്ക് സന്തോഷം. അപ്പൊ അങ്ങേക്ക് സുരേന്ദ്രന് ഇപ്പൊ ഒരു സന്തോഷമായി കാണും. വളരെ അടുത്ത് പരിചയമുള്ള ആൾ. ന്യൂസ് 18 കൂടെ ഞാൻ കുറെ നാളുകളായി വിളിച്ചിട്ട് ഇപ്പൊ ഇന്ന് ഈ വാർത്ത, നല്ലൊരു വാർത്തയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്.
അപ്പൊ സുധീർ കരമന ഇത് കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം അറിയട്ടെ, അങ്ങയുടെ പിന്നെ അയൽക്കാരൻ ആശംസകൾ നേരുന്നു. സുധീർ കരമന എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ വരില്ല. അപ്പം നമ്മുടെ റിപ്പോർട്ടർമാരൊക്കെ അദ്ദേഹത്തെ കാണാനൊക്കെ പോകും. ഞാൻ നമ്മുടെ പൊതുവേദി പ്രേക്ഷകരുടെ നിലയിൽ സുരേന്ദ്രൻ വടക്കാഞ്ചേരിയിൽ നിന്ന് അങ്ങേ അന്വേഷിച്ചു എന്ന് ഞാൻ പറയുകയും ചെയ്യാം. പിന്നെ ഞാൻ പറയുന്നത് മാധ്യമങ്ങളുടെ കാര്യം പറഞ്ഞു. ഈ ജോസഫ് വാഴക്കൻ എന്ന് പറഞ്ഞ ഒരു കാൻഡിഡേറ്റ് 1,00,000 പോസ്റ്റർ അടിച്ചു, 2,000 ഫ്ലക്സ് അടിച്ചു എന്ന് പറയണു. അത് ആരുടെ CPM-കാര് പറഞ്ഞിട്ടാണോ മാറ്റിയത് ഈ ജോസഫ് വാഴക്കിന്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ പറഞ്ഞിട്ടാണോ? ഈ സതീശൻ സാറ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് അല്ലല്ല, കാണിച്ചു, പോസ്റ്ററുകൾ കാണിച്ചല്ലോ, ചാനലിൽ കാണിച്ചു. ഈ 1,00,000 പോസ്റ്ററുകൾ അടിച്ചു, 2,000 ഫ്ലക്സ് അടിച്ചു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. ചാനലിൽ കാണിച്ചാണ്, എനിക്കറിയില്ല സത്യാവസ്ഥ എന്താണെന്ന്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മണലൂര് ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്, രവീന്ദ്രനാഥ് സാറ്. അദ്ദേഹത്തോട് അദ്ദേഹം വേണ്ട, നിൽക്കണില്ലേ, ഞാൻ നിൽക്കണില്ല എന്ന് പറഞ്ഞിട്ട് പാർട്ടി പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. മറ്റു സ്ഥലത്ത് നോക്കുക, ഓരോരുത്തർ ഇടികൂടുക ഈ സീറ്റിന് വേണ്ടിയിട്ട്, ഇടികൂടി രാത്രിയും പകലും ടിവിയുടെ മുന്നിൽ ഉറക്കൊഴിച്ചിരിക്കുക. എം സ്വരാജ് എനിക്ക് ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആൾക്കാരാ. അവരൊക്കെ പാർട്ടി നിർബന്ധിച്ച് നിർത്തുന്നത് കൊണ്ടാണ് പല സ്ഥലത്തും നമ്മൾ കാണുന്നത്. എന്താ ഈ സീറ്റിന് വേണ്ടി ഓടി നടക്കുക, കാശ് കൊടുക്കുക, മറ്റ് അങ്ങനെയുള്ള സീറ്റുകൾ മേടിക്കാനായിട്ട് ഇഷ്ടം പോലെ ആളുകൾ നിൽക്കുമ്പോൾ ഈ രവീന്ദ്ര മാഷ്, അതുപോലെ എം സ്വരാജ്, ഇവരെ പോലുള്ള ആളുകൾ ഉള്ള ഒരു പാർട്ടിയാണ് ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത്. അപ്പൊ സാറൊന്ന് ആലോചിച്ച് നോക്കുക, രണ്ടും ഈ സതീശൻ സാറ് പറയുന്നത് എന്തൊക്കെയാ ആള് വിളിച്ച് പറയുന്നു. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും നിങ്ങൾക്ക് ഇഷ്ടം പോലെ അതപ്പോ കാണിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ശരിയാണെന്ന് നോക്കിയാൽ മതി. അപ്പൊ അതും സതീശൻ സാറോടും ചോദിക്കാം. ഞങ്ങളുടെ ഇവിടെ ഓഫീസിലുള്ള ആളുകളൊക്കെ അങ്ങ് പറയുന്ന എത്ര ഗൗരവത്തോടെ കേൾക്കുന്നതെന്ന് മനസ്സിലായി. അങ്ങ് പലപ്പോഴും നമ്മുടെ അമ്പലപ്പുഴയില് നമ്മുടെ ഒരു വലിയൊരു അദ്ദേഹം, നമ്മുടെ G. സുധാകരൻ സാറ് മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയാം, നമ്മുടെ ഓമനക്കുട്ടൻ അറിയാലോ സാറിന്, ഒരു പ്രതിഫലം ഒന്നും ഇച്ഛിക്കാതെ ഒരു എന്തോ ഒരു 50 പൈസ 100 രൂപ 10 രൂപയാണ്ട് പിരിച്ചതിന് ഇദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തെ സഹായിക്കുന്ന ഒരു ഭാഗം കൂടി ഉണ്ട്. അദ്ദേഹം അതും കൂടി ഒന്ന് കാണിക്കുക. ഒരു പ്രതിഫലം ഇത്രയും നാള് ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വഴങ്ങാതെ വെരി ഗുഡ്, അദ്ദേഹത്തിന് കാണിക്കണം. ആ ഓമനക്കുട്ടനോട് പറയുന്ന വാക്കും കൂടി കാണിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അപ്പൊ അമ്പലപ്പുഴക്കാർക്ക് മനസ്സിലാവും ഇദ്ദേഹം ആരായിരുന്നു, ഇദ്ദേഹത്തിന് പാർലമെന്ററി കാര്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും. പക്ഷെ ഓമനക്കുട്ടൻ എവിടെയായിരുന്നു? ആ ഓമനക്കുട്ടനെയാണ് നമ്മൾ അദ്ദേഹം പോയിട്ട് ആദ്യം പോയിട്ട് ആ ഓമനക്കുട്ടനോട് പറയണം, മാപ്പ് പറയണം. ഞാൻ നിങ്ങളെ അവസാനിച്ചുകൊണ്ടാണ് ശ്രീ സുരേന്ദ്രൻ ഏതായാലും ദീർഘനാളുകൾക്ക് ശേഷം അങ്ങ് കാണാൻ കഴിഞ്ഞു, സംസാരിക്കാൻ കഴിഞ്ഞു. അങ്ങയുടെ സുഹൃത്ത് തെരഞ്ഞെടുപ്പിലുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ അങ്ങും ഇതാണ്. അപ്പോൾ 2 കോളർമാർ കൂടി ഞാൻ വേഗം അവരിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ശ്രീ രാധാകൃഷ്ണൻ പാലക്കാട്, ഒരു വരി അങ്ങേക്ക് പറയാം, സമയം വളരെ വളരെ കുറവാണ്. വളരെ ഗുഡ് ഈവനിങ് മിസ്റ്റർ മനു. വളരെ നാൾക്ക് ശേഷം ഞാൻ രാധാകൃഷ്ണൻ പ്രായിരിന്ന്. എനിക്കറിയാം. നിങ്ങളുടെ പൊതുവേദിയാണ് ഏറ്റവും അട്രാക്ഷൻ, സൈക്കിൾ ചവിട്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, മാധ്യമങ്ങളെ 5 ദിവസം രാത്രിയും പകലും ഇതില്ലാതെ നിർത്തിയതാണ് നമ്മുടെ സുധാകരൻ. അപ്പൊ വെറുതെ മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യം, ഇവർക്ക് എല്ലാവർക്കും അറിയാം ഈ അടവ്. എന്നിട്ട് മാധ്യമങ്ങളെ വെറുതെ ചീത്ത പറയാ. മാധ്യമങ്ങൾ അവരുടേതായ കർമ്മം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു കാരണവശാലും മാധ്യമങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം മാധ്യമങ്ങൾ ഇല്ലെങ്കിൽ പല ന്യൂസുകളും നമ്മൾ അറിയുകയില്ല. വളരെ താങ്ക്സ് മിസ്റ്റർ മനു. ഓക്കെ, താങ്ക് യു സോ മച്ച്. വർഗീസ് പെരുമ്പാവൂരിൽ നിന്ന് ലാസ്റ്റ് ലൈൻ. എനിക്ക് പറയാനുള്ളത്, വി.ഡി. സതീശൻ ഈ വീരവാദം പറയുമ്പോൾ ആ കാര്യങ്ങൾ നടക്കാണ്ടാവുമ്പോൾ പത്രക്കാർ ചോദിക്കും. അതിന് ചുരുങ്ങായിട്ട് കാര്യമില്ല. ലിസ്റ്റ് വന്നാൽ 24 മണിക്കൂറിനകം പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂർ ലിസ്റ്റ് ഇടുന്നു പറഞ്ഞിട്ട് നീണ്ടു പോയപ്പോൾ പത്രക്കാർ ചോദിച്ചു, പുള്ളി ദേഷ്യപ്പെടുത്തി ആരുണ്ടോ? രമ്യ ഹരിദാസിന്റെ കോലം കത്തിക്കുന്നത് കാണിച്ചു. അത് ആരും ഇല്ലാത്ത വാർത്തയാണോ? വാർത്തകളെല്ലാം ഉള്ളതായിരിക്കും. കുറച്ചെങ്കിലും പുലിയാണ് സിംഹമാണെന്ന് പറഞ്ഞ് കണ്ണൂരിൽ ഒരാൾ സീറ്റിന് പോയിട്ട് പൂച്ചയെ പോലെ വന്ന് പതിഞ്ഞിരിക്കണമെന്നല്ലേ? ഇത് വാർത്തയല്ലേ? ഇതെല്ലാം കാണിക്കുമ്പോൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തുന്നത് UDF-കാരും കോൺഗ്രസ്സുകാരും തന്നെയാണ്. അതിന് മറ്റുള്ള മാധ്യമങ്ങളെ കുറ്റം പറയേണ്ട കാര്യമില്ല. അവർ പറയുന്ന വാർത്തകൾ കേട്ടാൽ ഈ ജനങ്ങൾ വഴിയെത്തി പോകുന്നത്. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ സമയം കഴിഞ്ഞുകൊണ്ടാണ് നമുക്ക് ഒരു ദിവസം വിശദമായി സംസാരിക്കാം. അങ്ങ് ഞങ്ങളുടെ സ്ഥിരം പ്രേക്ഷകരാണെന്ന് എനിക്കറിയാം. അപ്പോൾ ജയകുമാർ പറയുന്നത് മുകുന്ദിൻ്റെയും മസൂദിൻ്റെയും സുധാകരൻ സാറിൻ്റെയും കാര്യം കൂടി പറയൂ സുരേന്ദ്ര എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ സ്വന്തം അയൽവാസിയും തൊട്ടടുത്ത താമസക്കാരനും സ്ഥാനാർത്ഥിയായ TT ജിസ്മോൻ, CPI ഹരിപ്പാട്, KR രാജേന്ദ്ര പ്രസാദ് കോൺഗ്രസ് ചേർത്തല പറയുന്നു. ശശിധരൻ പിള്ളയുടെ അടുത്ത വീട്ടുകാരാണ് ഇവരൊക്കെ. അപ്പോൾ ജിസ്മോനൊക്കെ ശശിധരൻ പിള്ള ആശംസകൾ നേരുന്നുണ്ട്. ചൈനയിൽ അന്ധവിശ്വാസമില്ലാത്തതുകൊണ്ട് അവർ ലോകത്തെ നമ്പർ 1 ആയെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഈ വിഷയം ഞാൻ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ഞാൻ ചിലരുടെ കമൻറ്റുകൾ ഇന്ന് വായിക്കാൻ വിട്ടുപോയി കേട്ടോ. അത് ഞാൻ അടുത്ത ദിവസം വായിക്കാം. അപ്പോൾ കോൺഗ്രസിലെ കലാപം മാധ്യമ സൃഷ്ടിയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അതിൽ
74% ആളുകളും കോൺഗ്രസിലെ കലാപം കൂടുതലും മാധ്യമ സൃഷ്ടിയാണെന്ന് പറയുന്നു. അപ്പോൾ 26% പക്ഷേ അങ്ങനെയല്ല എന്നും പറയുന്നു. എന്നാലും എനിക്കൊരു കാര്യം പറയാനുള്ളത്, മാധ്യമങ്ങൾ വെറും വാർത്താ വിതരണക്കാരല്ല, ജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ശക്തമായ ഒരു സാമൂഹിക സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് സമയത്ത് നിഷ്പക്ഷവും വിശ്വാസ്യതയും ഒക്കെ ഉള്ള വസ്തുനിഷ്ഠമായ വാർത്തകൾ മാധ്യമങ്ങൾ നൽകേണ്ടതുണ്ട്. മാധ്യമങ്ങൾ അതെല്ലാം ഉയർത്തിപ്പിടിക്കണം. അപൂർവമായ വിവരങ്ങളും അനുമാനങ്ങളും ഒക്കെ വാർത്തയാകില്ല. അത് ഒരു പാർട്ടിക്കോ നേതാവിനോ എതിരെ ആകാനും പാടില്ല. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന സൗന്ദര്യം അങ്ങനെയാകുമ്പോഴാണ് അത് ശക്തമാകുന്നത്. അതിനാൽ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ് എന്നത് മാധ്യമങ്ങൾ സത്യത്തിൻ്റെ വശത്ത് ഉറച്ചു നിൽക്കുക എന്നതാണ്. ഒരു വിഭാഗത്തെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ അല്ല. നിഷ്പക്ഷവും നീതിപൂർവവുമായ മാധ്യമപ്രവർത്തനമാണ് ജനാധിപത്യത്തിൻ്റെ ഇരുമ്പ് തൂണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.